ഹായ് ഓൾ, എല്ലാവർക്കും സൈബർ സ്പേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അല്ലേ, 2026 ജൂലൈ 18 എക്സാം ആണ് അല്ലേ. എന്ത് കമ്പനി ബോർഡ് LGS എക്സാം ആണ് അല്ലേ. അത് എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മക്കള്. അപ്പൊ നമ്മൾ ഈ ജൂലൈ 1 നടന്ന ഒരു LGS എക്സാമിലെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് നമുക്ക് ഈ കമ്പനി ബോർഡ് LGSലും അതിനുശേഷം വരുന്ന പ്രിലിമിനറി എക്സാമുകളിലൊക്കെ നമുക്ക് ഗുണകരമായിരിക്കും. കാര്യം കേവലം ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വിളിച്ചു പറയുന്നതിന് ഉപരി അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. അപ്പൊ 1/7/2026 നടന്ന LGS എക്സാം, പിയൂൺ, വാച്ച്മാൻ, അതുപോലുള്ള ആ എക്സാമിന്റെ കുറെ ക്വസ്റ്റ്യൻസ്, 20 ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 20 ക്വസ്റ്റ്യനില് കറണ്ട് റിലവന്റ് ഫാക്ട് ഉൾപ്പെടെയാണ്. അത്യാവശ്യം ഒരു കട്ടിയാണെന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ ലെവൽ എക്സാം. പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്താൽ തീർച്ചയായിട്ടും 2026 ജൂലൈ 18 നടക്കുന്ന എക്സാമിൽ ഇതിൽ നിന്ന് ഒരുപാട് മാർക്കുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പം വളരെ കുറവാണ് ചോദിക്കുന്നത് പറയപ്പെടുന്നുണ്ടെങ്കിലും കണക്റ്റിംഗ് ഫാക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കണക്റ്റിംഗ് ഫാക്റ്റുകൾ നമുക്ക് നോക്കിയാലോ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓർക്കുക മക്കളെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഇവിടെ 4 ഓപ്ഷൻ ഇല്ലേ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ശരിയാണെങ്കിൽ നമുക്ക് പച്ച വെച്ച് മാർക്ക് ചെയ്യാം ഇല്ലേ. അപ്പൊ ശരിയാണെങ്കിൽ പച്ച വെച്ച് മാർക്ക് ചെയ്യാം. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, അത് ശരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നതാണ് ഏതാ? ധമനി. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്നത് ധമനി വഴി തന്നെയാണ്. ഇനി ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, അത് തെറ്റാണ് മക്കളെ. ധമനികളുടെ ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല, അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഇത് ശരിയായിരുന്നു, ഇത് തെറ്റാണ് അല്ലേ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാ മക്കളെ? ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനിക്ക്, അത് ശരിയാണ് മക്കളെ, അത് സംശയമില്ല, ശരിയാണ്. ഇനി അടുത്തത് വീണ്ടും കൊടുത്തിരിക്കുകയാണ്, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ക്ലിയർ അല്ലേ? അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ ഇവിടെ ആൻസറായി വരുന്നത്? ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നത് തെറ്റാണ്. അപ്പൊ താഴെ കൊടുത്ത ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാ മക്കളെ? ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല, അത് സിരകളിലാണുള്ളത്. നമുക്കറിയാം രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ് മക്കളെ? ആൻജിയോളജി. ഏതാണ്? ആൻജിയോളജി. അപ്പൊ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. എന്താണ്? ആൻജിയോളജി. രക്തക്കുഴലുകൾ പ്രധാനമായും നമ്മൾ സ്റ്റേറ്റ് സിലബസ് പുസ്തക പ്രകാരം 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 തരം ഉണ്ട് മക്കളെ, അത് വേറെ കേസ്. അപ്പൊ ധമനികൾ, അപ്പൊ രക്തക്കുഴൽ ഏതൊക്കെയാ? ധമനികൾ ഉണ്ട്. ഏതൊക്കെയാ പറഞ്ഞ മക്കളെ? ധമനികൾ, അതുപോലെ സിരകൾ, ധമനി, സിര, രക്തലോമിക. ഏതൊക്കെയാ? ധമനി, സിര, രക്തലോമിക. ക്ലിയർ ആണോ? ധമനി, സിര, രക്തലോമിക. ഈ ധമനി എന്ന് പറഞ്ഞാൽ ആർട്ടറി. ഏതാണ്? ആർട്ടറി. സിര എന്ന് പറഞ്ഞാൽ ഏതാണ്? വെയിൻസ് എന്ന് പറയും. രക്തലോമിക ക്യാപ്പിലറീസ്, ബ്ലഡ് ക്യാപ്പിലറീസ്. ക്ലിയർ ആണോ? അപ്പൊ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജി എന്നാണ്. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ആൻജിയോളജി. രക്തക്കുഴലിനെ കുറിച്ച് പഠനം എന്താ? ആൻജിയോളജി. രക്തക്കുഴൽ പ്രധാനമായിട്ടും 3 തരം നമ്മൾ എടുത്തു പറയുന്നു. നമ്മൾ പറഞ്ഞു 5 ടൈപ്പ് ഉണ്ട് മക്കളെ. തൽക്കാലം ഇപ്പൊ LGS എക്സാം ഫോക്കസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഈ 3 എണ്ണം പഠിക്കുക. ധമനികൾ, സിര, രക്തലോമിക. ഈ ധമനി എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനി, ആർട്ടറി. എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്നത് ധമനികൾ വഴിയാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ധമനി. ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആരാണ്? സിരകൾ വഴിയാണ്. സിരകൾ വഴിയാണ്. ഇനി രക്തലോമിക എന്താ? ധമനിയും സിരകളും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കാണുന്ന ചെറിയ രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് രക്തലോമികകൾ. ഏതാണ്? രക്തലോമികകൾ. കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ 2 എണ്ണം, ഈ കാണിച്ചിരിക്കുന്ന 2 എണ്ണം റെഡ് ഇങ്കിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ രക്തക്കുഴലുകളിൽ ധമനിക്കും സിരയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് മക്കളെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അവയ്ക്ക് പ്രധാനമായും 3 പാളികളുണ്ട്. 3 പാളികളുണ്ട്. ട്യൂണിക്ക ഇന്റിമ. ഏതാണ് മക്കളെ? ട്യൂണിക്ക ഇന്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ എന്നിങ്ങനെ 3 പാളിയുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി.
അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പേര് പഠിക്കണ്ട, LGS എക്സാമിന് നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണ്ട. പക്ഷെ ഈ ഒരു 3 പാളിയുണ്ട്, ആ പേര് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ട്യൂണിക്ക ഇൻറ്റിമ ഏതാണ് മക്കളെ? ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ. അപ്പൊ ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ പഠിച്ചില്ലേ? ഇൻറ്റിമ, മീഡിയ, എക്സ്റ്റേണ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല, ജസ്റ്റ് ഉണ്ട് സ്ക്യൂമസ് ആവരണകല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, എനിക്കറിയാം. തീർച്ചയായിട്ടും വിഷമമുണ്ടാവുന്ന എനിക്കറിയാം. തൽക്കാലം ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ, മിനുസ പേശികൾ നിർമ്മിതമാണ് ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ. എക്സ്റ്റേണ. ക്ലിയർ ആണോ? അപ്പൊ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജി. ഏതാണ്? ആൻജിയോളജി. അപ്പൊ ധമനി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ലേ? ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് മക്കളെ ഏതാ മക്കളെ? ധമനി എന്ന് പറയും. ക്ലിയർ ആണോ? എന്നാൽ ധമനി എല്ലായ്പ്പോഴും ശുദ്ധരക്തമാണോ വഹിക്കുന്നത്? അല്ല. ധമനി എന്ന് പറയുമ്പം പൊതുവെ എന്താ വഹിക്കുന്നേ? ശുദ്ധരക്തം. ഏതാണ്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ഓക്കെ. എന്നാൽ ശ്വാസകോശ ധമനി മാത്രം എന്തിനെ വഹിക്കൂടാ മക്കളെ? അശുദ്ധ രക്തം. ഏതാണ്? അശുദ്ധ രക്തം. ക്ലിയർ ആണോ? അപ്പൊ ധമനി പൊതുവെ എന്താ വഹിക്കുന്നത്? ശുദ്ധരക്തം. എന്താ ധമനി എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ധമനികൾ വഴിയാണ്. ക്ലിയർ ആണോ? ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തക്കുഴലുകളാണ് ധമനി എന്ന് പറയുന്നത്. എന്നാൽ ഈ ധമനിക്കകത്ത് തന്നെ ഒരു ധമനി മാത്രം എന്താ വഹിക്കുന്നത്? അശുദ്ധ രക്തം. ഏത് ധമനിയാടാ മക്കളെ? ഏതാ? ശ്വാസകോശ ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി മാത്രം എന്ത് വഹിക്കുന്നു? അശുദ്ധ രക്തം വഹിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്ന് നോക്കിയേ. അപ്പൊ ഇതിനകത്ത് ഉയർന്ന രക്തസമ്മർദ്ദം താങ്ങാനായി ഭിത്തികൾക്ക് കട്ടിയും ഇലാസ്തികതയും കൂടുതലായിരിക്കും. അപ്പൊ നമുക്കറിയാം, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ, നല്ല പ്രഷറിലായിരിക്കും പോകുന്നത്. അപ്പൊ ഉയർന്ന രക്തസമ്മർദ്ദം താങ്ങാനായി ഭിത്തികൾക്ക് എന്താ പ്രത്യേകത കൊടുത്തിരിക്കുന്നത്? രക്തസമ്മർദ്ദം താങ്ങാനായി ഭിത്തികൾക്ക് കട്ടിയുള്ളതായിരിക്കും, ഇലാസ്തികത കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മക്കളെ? പറഞ്ഞില്ലേടാ? യെസ്. ഓക്കെ. ഉയർന്ന വേഗതയിലും രക്തസമ്മർദ്ദവും കൂടുതലുമായിരിക്കും എവിടെ? ഈ ധമനിക്കകത്ത്. ക്ലിയർ ആണോ? അപ്പൊ ഉയർന്ന വേഗതയിലും സമ്മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ക്ലിയർ ആണോ? ഒരു സംശയമില്ല. ഹൈ പ്രഷറിലായിരിക്കും, വേഗത്തിലുമായിരിക്കും എന്തൊഴുകുന്നത്? ധമനികളിലൂടെ രക്തം ഒഴുകുന്നത്. ഇവയ്ക്കുള്ളിൽ ഒരു കാരണവശാലും വാൽവുകൾ കാണപ്പെടുന്നില്ല. ഇവിടെ ബാക്ക് ഫ്ലോ വരില്ല, തിരികെ കയറി വരില്ല. വളരെ പ്രഷറിൽ പോകുന്ന സാധനമാണ്. അപ്പൊ തിരികെ പോകുന്നില്ല. സോ അവിടെ വാൽവുകൾ ആബ്സെന്റ് ആണ്, വാൽവുകളില്ല. അപ്പൊ ക്വസ്റ്റ്യൻ നിലവാരം ഉണ്ടല്ലോ മക്കളെ, ക്വസ്റ്റ്യൻ നിലവാരം ഉണ്ടല്ലോ. അപ്പൊ നോക്കിയേ, ഉള്ളിലെ വ്യാസം വളരെ കുറവായിരിക്കും. ഉള്ളിലെ വ്യാസം, അതായത് ധമനികളുടെ ഉൾവ്യാസം വളരെ കുറവായിരിക്കും, എങ്കിലേ പ്രഷർ നിൽക്കോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ധമനികളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് പൊതുവെ ധമനികൾ. എന്നാൽ ഒരു ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കും. ഏത് ധമനിയാണ്? ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി. ഈ ധമനികളിലെ രക്തസമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഉയർന്ന രക്തസമ്മർദ്ദം താങ്ങാൻ വേണ്ടി അവയുടെ ധമനികളുടെ ഭിത്തിക്ക് കട്ടിയുണ്ട്, ഇലാസ്തികതയുണ്ട്, മൾട്ടി ലെയർഡ് ആണ്, 3 പാളിയുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉയർന്ന വേഗതയിലും സമ്മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇവയ്ക്കുള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. വാൽവിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. വാൽവിന്റെ ആവശ്യം വരുന്നുണ്ടോടെ മക്കളെ? വാൽവിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം എന്താ? ബാക്ക് ഫ്ലോ വരില്ല, നല്ല പ്രഷറിലാണ് പോകുന്നത്. ഉള്ളിലെ വ്യാസം വളരെ കുറവായിരിക്കും. അപ്പൊ സിര എന്താ നോക്കാം. എന്താണ് മക്കളെ സിര? സിരയുടെ ഇംഗ്ലീഷ് എന്താ? വെയിൻസ് അല്ലേ? വെയിൻസ് എന്താ നോക്കാം. വെയിൻസ് വിരിയുമ്പോൾ വെന്യൂൾസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പഠിക്കാം. വെയിൻസ് തൽക്കാലം LGS ലെവലിൽ കാര്യങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്യാം. ആ ഓരോ സെഗ്മെന്റ് ഓരോ പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സീരീസ് ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സിരകൾ എന്ന് പറയും, വെയിൻസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം തിരികെ ഹൃദയത്തിലേക്ക് എത്തുന്നത് ഏത് കുഴലുകൾ വഴിയാണ്? സിരകൾ വഴിയാണ്. പറഞ്ഞ മനസ്സിലായോ? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിരകൾ വഴിയാണ്. പ്രത്യേകിച്ച് അധോ മഹാസിര, ഊർധ മഹാസിര എന്ന് കേട്ടിട്ടില്ലേ? കിട്ടിയോ? അപ്പൊ ഈ സിരകൾ പൊതുവെ എന്താ വഹിക്കുന്നേ? അശുദ്ധരക്തമാണ് വഹിക്കുന്നത് അല്ലെ? അശുദ്ധരക്തമാണ്. എന്നാൽ ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിരയുണ്ട്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ഏതാണ്? ശ്വാസകോശ സിര. ഏത് സിരയാണ്? ശ്വാസകോശ സിര.
മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയേ, ധമനികളെ അപേക്ഷിച്ച് ഭിത്തികൾക്ക് കട്ടിയും ഇലാസ്തികതയും കമ്പാരിറ്റീവ്ലി ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഈ പറയുന്ന ധമനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ മാത്രം എന്താണ്, ഇലാസ്തികത ഒരല്പം കുറവാണ്, കട്ടിയും ഇലാസ്തികതയും ഒരല്പം കുറവാണ്. ആർക്ക് മക്കളെ? സിരകൾക്ക് അല്ലെ, സിരകൾക്ക്. ഇവിടെ കുറഞ്ഞ വേഗതയിലും കുറഞ്ഞ സമ്മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ ബാക്ക് ഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ബാക്ക് ഫ്ലോ ഇല്ലേ, രക്തം പുറകോട്ട് ഒഴുകുന്നത്, അതാണ് ബാക്ക് ഫ്ലോ എന്ന് ഉദ്ദേശിച്ചത്. രക്തം പിറകോട്ട് ഒഴുകാതിരിക്കാൻ ഇവിടെ എന്തുണ്ടായിരിക്കും? വാൽവുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ രക്തം പുറകോട്ട് ഒഴുകുന്ന അറിയാൻ ഇവയ്ക്കുള്ളിൽ എന്തുണ്ടായിരിക്കും? വാൽവുകൾ ഉണ്ടായിരിക്കും. ഇനി നോക്കിയേ, ഇതിന്റെ ഉള്ളിലെ വ്യാസം വളരെ കൂടുതലായിരിക്കും. ആരുമായി നോക്കുമ്പോൾ? ധമനികളുമായി വെച്ച് നോക്കുമ്പോൾ. ക്ലിയർ ആണോ? വളരെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ധമനി എന്താന്ന് ചോദിച്ചാൽ എന്താ? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ധമനികൾ വഴിയാണ്. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുമ്പോൾ ഒരേ ഒരു ധമനി മാത്രം അശുദ്ധരക്തം വഹിക്കും. ഏതാ? ശ്വാസകോശ ധമനി അല്ലെ. അതുപോലെ സിരയുടെ കേസ് എന്താ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ് സിര അല്ലെ. ഒരേ ഒരു സിര മാത്രം എന്ത് വഹിക്കുന്നു? ശുദ്ധരക്തം വഹിക്കുന്നുണ്ട്. ഏത് സിരയാണ്? ശ്വാസകോശ സിര അല്ലെ, ശ്വാസകോശ സിര. ക്ലിയർ ആണോ? ഇനി ധമനികളെ അപേക്ഷിച്ച് ഭിത്തികൾക്ക് കട്ടിയും ഇലാസ്തികതയും കുറവാണ്. ആർക്ക്? സിരകൾക്ക്. വാൽവുകളുണ്ട്. ധമനിക്ക് എന്തില്ല? വാൽവുകളില്ല. ഇനി രക്തലോമിക എന്താണെന്ന് നോക്കാം. രക്തലോമിക എന്താണ് മക്കളെ? രക്തലോമിക ബ്ലഡ് ക്യാപ്പിലറീസ് നോക്കിയാലോ. രക്തലോമിക ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ രക്തക്കുഴലുകളാണിവ. അപ്പൊ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ കുഴലുകളെ വിളിക്കുന്ന പേരാണ് രക്തലോമിക അഥവാ ബ്ലഡ് ക്യാപ്പിലറീസ്. ഇവയ്ക്ക് 3 ലെയറോ ഒന്നുമില്ല. ഇവ സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ട്, ഒറ്റ നിര കോശം കൊണ്ട് നിർമ്മിതമാണ് മക്കളെ. സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. ഏത് രക്തലോമിക. അപ്പൊ ധമനിക്കും സിരയ്ക്കും 3 പാളിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ രക്തലോമിക്ക് ഒറ്റ പാളിയുള്ള. ക്ലിയർ ആണോ? അപ്പൊ രക്തവും നമ്മുടെ കോശങ്ങളും തമ്മിൽ, അത് രക്തവും കോശങ്ങളും തമ്മിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പോഷണങ്ങൾ, മാലിന്യങ്ങൾ എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത് രക്തലോമികകൾ വഴിയാണ്. കണ്ട ഈ ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ധമനിയും സിരകളും തമ്മിൽ ചേരുന്ന ഭാഗത്തെ ചെറിയ കുഴലുകളെ എന്ത് വിളിക്കൂടാ മക്കളെ? രക്തലോമിക. അപ്പൊ കോശത്തിനുള്ളിലേക്കൊക്കെ ഓക്സിജനെയും പോഷണത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിനിമയം നടത്തത്തില്ലേ, അത് ഇത് വഴിയാ, രക്തലോമിക വഴിയാ. ക്ലിയർ ആണോ എൻ്റെ മക്കളെ? ക്ലിയർ ആണോടെ? അപ്പൊ നോക്കിയാലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഈ 2024 മുതൽ 25, 26 കാലഘട്ടത്തിൽ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ക്ലാസ്സുകളിൽ ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ പഠിച്ചു പോവാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ബയോളജിയിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് ഉറപ്പായിട്ട്, ഇത് സൈബേഴ്സിന്റെ ഉറപ്പ് തന്നെയാണ്. ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥി ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വളരെ വിശദമായിട്ട് പറയുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുള്ള രോഗമാണ് റിക്കറ്റ്സ് അല്ലെ. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുള്ള രോഗമാണ് റിക്കറ്റ്സ്. ഓപ്ഷൻ ഉത്തരം ഏതാ? വൈറ്റമിൻ ഡി അല്ലെ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാ മക്കളെ? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുള്ള രോഗം 1 റിക്കറ്റ്സ്. ഏതാണ് മക്കളെ? റിക്കറ്റ്സ്. ഏതാണ്? റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗമാണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. അത് മുതിർന്നവർക്കാണെങ്കിൽ ഓസ്റ്റിയോമലാസിയ. ക്ലിയർ ആണോ? ഓസ്റ്റിയോമലാസിയ. അതുപോലെ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഓസ്റ്റിയോപോറോസിസ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുള്ള രോഗം ഏതാണ് മക്കളെ? ഏതാ? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. മുതിർന്നവർക്ക് ഏതാ? ഓസ്റ്റിയോമലാസിയ. അതുപോലെ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം
ഓസ്റ്റിയോപോറോസിസിന് കാരണവും വിറ്റമിൻ ഡിയുടെ കുറവാണ്. വിറ്റമിൻ ഡിയുടെ കുറവാണ്. ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റാണ് അല്ലേ? വിറ്റമിൻ ഡിയുടെ കുറവാണ്. ഇവിടെ ഓപ്ഷൻ ഉത്തരം ഏതാ മക്കളെ? ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ആണ് കേട്ടോ. വിറ്റമിൻ ഡി വരച്ചോ മാറിപ്പോയതാണ് ഓപ്ഷൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം. സെറ്റല്ലേടാ മക്കളെ? സെറ്റല്ലേ? സെറ്റല്ലേ? വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുള്ള രോഗം. വൈറ്റമിൻ ഡി ഒന്ന് നോക്കിയാലോ? വിറ്റമിൻ ഡി, വൈറ്റമിൻ ഡിയുടെ പേര് എന്താണ്? വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് മക്കളെ കാൽസിഫെറോൾ. ഏതാണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ രാസനാമം ഏതാണ്? കാൽസിഫെറോൾ എന്നാണ്. കാൽസിഫെറോൾ. സെറ്റാണോ? സെറ്റാണോ? കാൽസിഫെറോൾ. ഏതാണ്? കാൽസിഫെറോൾ. ഇനി അത് നോക്കിയേ, ഈ വിറ്റമിൻ ഡി എവിടെ നിന്ന് ലഭിക്കുവാടാ മക്കളെ? വിറ്റമിൻ ഡി നോക്കിയേ, ഇതൊരു സൂര്യനാണേ. സൂര്യന്റെ പ്രകാശം ഇല്ലേ? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ. വീഡിയോ കാണുന്ന വലിയ പരീക്ഷ എഴുതുന്ന കുട്ടികളോടൊന്ന് കുറിച്ചെടുക്കണം. ചെറിയ പരീക്ഷ എഴുതുന്ന ആൾക്കാർ യു വി റൈസ് എന്ന് പഠിക്കുമ്പോൾ, വലിയ പരീക്ഷ എഴുതുന്ന ആൾക്കാർ യു വി ബി കിരണം, അൾട്രാ വയലറ്റ് ബി കിരണം തട്ടുമ്പോൾ ത്വക്കിൽ നിർമ്മിക്കപ്പെടും. ത്വക്കിൽ നിർമ്മിക്കപ്പെടും. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം തട്ടുമ്പോൾ, രാവിലത്തെ വെയിൽ തട്ടുമ്പോൾ, അൾട്രാവയലറ്റ് ബി രശ്മി തട്ടുമ്പോൾ ത്വക്കിൽ നിർമ്മിക്കപ്പെടും. അതെങ്ങനെ സാർ നിർമ്മിക്കപ്പെടും? ഈ ത്വക്കിന്റെ അടിയിൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട്, 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. 7 അല്ലെ? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. ഞാൻ ആ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാം. 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. ഇതാ കണ്ട, 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. ഈ പച്ച വെച്ച് മാർക്ക് ചെയ്ത് കണ്ടോടാ മക്കളെ? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ വിഘടിച്ച് വിറ്റമിൻ ഡി ആയിട്ട് മാറും. അപ്പൊ ഒന്നുകൂടെ പറയാം, സൂര്യപ്രകാശം തട്ടുമ്പോൾ, സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി തട്ടുമ്പോൾ ത്വക്കിന്റെ അടിയിലെ കൊളസ്ട്രോൾ ആയ 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. ഏത് കൊളസ്ട്രോളാ മക്കളെ? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ വിഘടിച്ചിട്ട് വൈറ്റമിൻ D3 ആയി മാറും. എന്തായിട്ട് മാറും മക്കളെ? വിറ്റമിൻ D3 ആയി മാറും. വൈറ്റമിൻ D3 ആയി മാറും. കിട്ടിയോ? കിട്ടിയോ? യെസ്, യെസ്. ഒരല്പം നിലവാരത്തിലാണ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സൂര്യപ്രകാശം ലഭിക്കും ഇല്ലേ? രാവിലത്തെ വെയിലായതുകൊണ്ട് മക്കളുമാര് പറയണം സൺഷൈൻ വൈറ്റമിൻ. എന്ത് വിളിക്കും? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണോ? വൈറ്റമിൻ ഡി ആണ്. അപ്പം സൺഷൈൻ വൈറ്റമിൻ, പാവപ്പെട്ടവന്റെ ജീവകം എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആ. വളരെ വല്ല പൈസ കൊടുക്കണോ? വെയിൽ തട്ടിയാൽ പോരെ? അൾട്രാവയലറ്റ് ബി രശ്മി തട്ടിയാൽ പോരെ? അൾട്രാവയലറ്റ് 3 കിരണങ്ങളാ, UVA, UVB, UVC എന്നിങ്ങനെ 3 കിരണങ്ങളുണ്ടല്ലേ? അതിനകത്ത് UVB കിരണം തട്ടും ത്വക്കിന്റെ അടിയിലെ 7D ഹൈഡ്രോ കൊളസ്ട്രോൾ മാറരുത്. 7D ഹൈഡ്രോ കൊളസ്ട്രോൾ, 7D ഹൈഡ്രോ കൊളസ്ട്രോൾ കൺവെർട്ടായി വിറ്റമിൻ ഡി ആയി മാറുന്നു. ക്ലിയർ ആണോ? അതുകൊണ്ട് ഇതിനെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും വിളിക്കും. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കൂടാ മക്കളെ? സ്റ്റിറോയിഡ് വൈറ്റമിൻ. സ്റ്റിറോയിഡ് വൈറ്റമിൻ. ഏതാ? വൈറ്റമിൻ ഡി. അപ്പൊ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് വിളിക്കുന്ന ഏതിനെയാണ്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് വിളിക്കുന്ന ഏതിനെയാ? വൈറ്റമിൻ ഡി. അപ്പൊ സ്റ്റിറോയിഡ് വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. അപ്പൊ ഒന്നുകൂടെ പറ, വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ എന്നാണ് സാർ. കാൽസിഫെറോൾ. അപ്പൊ എവിടുന്ന് ലഭിക്കും? രാവിലത്തെ വെയിൽ തട്ടുമ്പോൾ ത്വക്കിൽ നിർമ്മിക്കപ്പെടും. നമ്മൾ വിളിച്ചു സൺഷൈൻ വൈറ്റമിൻ. ഏത് കൊളസ്ട്രോളാ വിഘടിക്കുന്നത്? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ ഇല്ലേ? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ വിഘടിച്ച് വിറ്റമിൻ ഡി ആയിട്ട് മാറും. അപ്പൊ പാവപ്പെട്ടവന്റെ ജീവകം ഏതാ? വൈറ്റമിൻ ഡി. ഇനി ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ രൂപം ഏതാടാ മക്കളെ? വൈറ്റമിൻ D3 ആണ്. D3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. D3 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് നോക്കിയേ, അടുത്ത പോയിന്റ്. Vitamin D can be synthesized in the skin in the presence of UV rays of sunlight. ഞാൻ പറഞ്ഞത് തന്നെ, വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ നിർമ്മിക്കുന്നുണ്ട്, സിന്തസൈസ് ചെയ്യുന്നുണ്ട് സ്കിന്നില്. ഇൻ ദ പ്രസൻസ് ഓഫ് UV റൈസ്, നമ്മൾ എടുത്തു പറഞ്ഞു അത് UVB കിരണമാണെന്ന്. ടു ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഡിയുടെ രണ്ട് പ്രോ വൈറ്റമിൻ ഡി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏതാണ്? അല്ലെങ്കിൽ സ്റ്റിറോയിഡുകൾ, വൈറ്റമിൻ ഡി, അതായത് പ്രോ വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ്സ്, അതായത് വൈറ്റമിൻ ഡി ആയി മാറുന്ന 2 കൊഴുപ്പുകൾ. അങ്ങനെ പറ, വൈറ്റമിൻ ഡി ആയി മാറുന്ന 2 കൊഴുപ്പുകൾ പറയാമോ മക്കളെ? പറയാം സാർ. എർഗോസ്റ്റിറോളും 7D ഹൈഡ്രോ കൊളസ്ട്രോളും. ഏതൊക്കെയാ? എർഗോസ്റ്റിറോളും 7D ഹൈഡ്രോ കൊളസ്ട്രോളും. ഏതൊക്കെയാണ് മക്കളെ? എർഗോസ്റ്റിറോൾ, അതുപോലെ 7D ഹൈഡ്രോ കൊളസ്ട്രോളും. അപ്പൊ എന്താ പറഞ്ഞേ? 2 important pro vitamin D steroids.
വിറ്റമിൻ ഡി ആയി മാറുന്ന രണ്ട് സ്റ്റിറോയിഡുകൾ, രണ്ട് കൊഴുപ്പുകൾ ഏതൊക്കെയാ? ഒന്ന് എർഗോസ്റ്റിറോളും മറ്റൊന്ന് 7-ഡീഹൈഡ്രോകൊളസ്ട്രോളും. 7-ഡീഹൈഡ്രോകൊളസ്ട്രോളും സെറ്റാണോ? സസ്യങ്ങളുടെ ദേഹത്ത് കാണുന്ന രൂപമാണ് മക്കളെ പ്ലാന്റ്സിന്റെ ബോഡിയിൽ കാണുന്ന രൂപമാണ്. പ്ലാന്റ്സിന്റെ ബോഡിയിൽ കാണുന്ന ഏതാ? പറ. പ്ലാന്റ് ഫോം ഏതാ? പറയടാ മക്കളെ. പ്ലാന്റ് ഫോം എർഗോസ്റ്റിറോൾ. ആനിമൽ ഫോം ഏതാണ്? ആനിമൽ ഫോം ഏതാണ്? അത് 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ ആണ്. അപ്പൊ പ്ലാന്റ് ഫോം കിട്ടി, ഈ പറയുന്ന ആനിമൽ ഫോമും കിട്ടി. ക്ലിയർ ആണോ മക്കളെ? ഇത്തരം കാട്ടിക്ക് എന്തായാലും വരില്ല. ഈ ഒരു കൊഴുപ്പിന്റെ പേരും കൂടി ഞാൻ ഇവിടെ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം പഠിക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ 2026 ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ അവിടെ ഹൈ ലെവലായിട്ട് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. അവിടെ എല്ലാം വൈറ്റമിൻ ഡി എന്ന് തന്നെ ഹോർമോൺ മുൻഗാമി എന്ന് ഫെബ്രുവരി മാസം 10th ലെവൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട. അവ 2 ഇമ്പോർട്ടൻറ്റ് പ്രോ വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ്സ്, വൈറ്റമിൻ ഡിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന 2 കൊഴുപ്പുകൾ, ഒന്ന് എർഗോസ്റ്റിറോളും മറ്റൊന്ന് 7-ഡീഹൈഡ്രോകൊളസ്ട്രോളും. ആനിമൽസിന്റെ ദേഹത്ത് കാണുന്നത് 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ ആണെങ്കിൽ സസ്യങ്ങളുടെ ദേഹത്ത് കാണുന്നത് എർഗോസ്റ്റിറോൾ ആണ്. എർഗോസ്റ്റിറോൾ കിട്ടിയോ? ഇനി നോക്കിയേ, കൊളസ്ട്രോൾ വിഘടിച്ചുണ്ടാകുന്ന ജീവകം ഏതാണെന്ന് ഇതോടകം എൻ്റെ മക്കൾ മനസ്സിലാക്കി ഇല്ലേ? കൊളസ്ട്രോൾ വിഘടിച്ചുണ്ടാകുന്ന ജീവകം ഏതാ? വൈറ്റമിൻ ഡി ആണ്. സോ നമ്മൾ വിളിക്കുന്നു സ്റ്റിറോയിഡ് വൈറ്റമിൻ. എന്ത് വിളിക്കും? സ്റ്റിറോയിഡ് വൈറ്റമിൻ. കിട്ടിയോ? അപ്പൊ സൺഷൈൻ വൈറ്റമിൻ കിട്ടി, സ്റ്റിറോയിഡ് വൈറ്റമിൻ കിട്ടി. അപ്പൊ നോക്കിയേ, ഏത് കൊളസ്ട്രോൾ ആയിരുന്നു മക്കളെ? 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ വിഘടിച്ച് ത്വക്കിന്റെ അടിയിലുള്ള സാധനമാണ് അല്ലേ? ത്വക്കിന്റെ അടിയിൽ 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ വിഘടിച്ച് വൈറ്റമിൻ D3 ആയി മാറുന്നു. ക്ലിയർ? ഓക്കെ. നമ്മുടെ കാൽഷ്യം ഇല്ലേ? കാൽഷ്യവും ഫോസ്ഫറസും കൂടെ ചേരുമ്പോഴാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകുന്നത്. കാൽഷ്യം ഫോസ്ഫേറ്റ് ഇല്ലേ? എല്ലുകളെയും പല്ലുകളെയും രാസപരമായി വിളിക്കുന്ന പേര് എല്ല്, അതുപോലെ പല്ല് രാസപരമായി അറിയപ്പെടുന്ന പേരാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. എല്ലും പല്ലും രാസപരമായി അറിയപ്പെടുന്ന പേര് എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. എല്ലും പല്ലും രാസപരമായി അറിയപ്പെടുന്ന പേര് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. നോക്കിയേ, അപ്പൊ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വേണ്ട ജീവകം എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഉത്തരം വിറ്റമിൻ ഡി ആണ്. എങ്ങനെയാണെന്നല്ലേ? എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വേണ്ട ജീവകം വൈറ്റമിൻ ഡി. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പൊ ഈ രക്തത്തില് നമ്മുടെ ദഹനശേഷം ഉണ്ടാകുന്ന കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ ഇല്ലേ? കാൽഷ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന, അപ്പൊ രക്തത്തിലേക്ക് കാൽഷ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. രക്തത്തിലേക്ക് കാൽഷ്യത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാലും ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അപ്പൊ കാൽഷ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ജീവകം വിറ്റമിൻ ഡി. അപ്പൊ കാൽഷ്യം ഫോസ്ഫറസോടെ കൂടി ചേരുമ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ്. എല്ലും പല്ലും രാസപരമായി അറിയപ്പെടുന്ന പേരെന്താ? കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പൊ എല്ലും പല്ലും ബലം വെക്കാൻ വേണ്ട ജീവകം ഏതാ? അത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. കുട്ടികൾക്കുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. അതുകൊണ്ട് അതിനെ ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ അറിയപ്പെടും. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുള്ള രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. ഏത് രോഗം? കണരോഗം. ഇനി മുതിർന്നവർക്കുള്ള രോഗം ഓസ്റ്റിയോമലാസിയ എന്ന് വിളിക്കുന്ന ഓസ്റ്റിയോമലാസിയ എന്ന് വായിക്കണം കേട്ടോ. ഓസ്റ്റിയോമലാസിയ. അതുപോലെ ഓസ്റ്റിയോപോറോസിസ്. ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. കിട്ടിയോ? നമ്മുടെ വൈറ്റമിൻ ഡിക്ക് 3 രൂപങ്ങളാണ് മക്കളെ ഉള്ളത്. വൈറ്റമിൻ ഡിയുടെ 3 രൂപങ്ങൾ ഏതൊക്കെയാ? D1, D2, D3. D1, D2, D3. D1 എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ, D2 എർഗോ കാൽസിഫെറോൾ, D3 കോൾ കാൽസിഫെറോൾ. D1 കാൽസിഫെറോൾ, D2 എർഗോ കാൽസിഫെറോൾ, D3 കോൾ കാൽസിഫെറോൾ. ഓർക്കുക മക്കളെ, പ്ലാന്റ് ഫോം ആണ്. പ്ലാന്റ് ഫോം ഏതാണ്? പ്ലാന്റ് ഫോം അത് D2 ആണ് മക്കളെ. പ്ലാന്റ് ഫോം ഏതാ? D2. ആനിമൽ ഫോം ഏതാണ്? ആനിമൽ ഫോം ഏതാണ്? D3 ആണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട
കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ഡിയുടെ രൂപം ഏതാ? അത് വൈറ്റമിൻ D3 ആണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ഡിയുടെ രൂപം വൈറ്റമിൻ D3 ആണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ഡിയുടെ രൂപം വൈറ്റമിൻ D3 ആണ്. ഓക്കെ, മത്സ്യ എണ്ണയിലെ മത്സ്യ എണ്ണയിൽ ധാരാളം കാണപ്പെടുന്ന ജീവകം ഏത്? മത്സ്യ എണ്ണയിൽ ധാരാളം കാണുന്ന ജീവകം ഏതാ മക്കളെ? അത് വൈറ്റമിൻ ഡി ആ. സസ്യ എണ്ണ എന്നാണ് പറയുന്നതെങ്കിൽ പ്ലാന്റ്, അതായത് സസ്യ എണ്ണ ഇല്ലേ, സസ്യ എണ്ണയില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്, വിറ്റമിൻ ഇ. അപ്പൊ സസ്യ എണ്ണയിൽ വൈറ്റമിൻ ഇയും മത്സ്യ എണ്ണയിൽ ധാരാളം കാണപ്പെടുന്ന ജീവകം ഏതാണ് മക്കളെ? അത് വൈറ്റമിൻ ഡി ആണ്. ക്ലിയർ ആണോ? നോക്കിയേ, കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും അളവ് നിയന്ത്രിക്കുന്നത് കൊണ്ട്, രക്തത്തിലെ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും അളവ് നിയന്ത്രിക്കുന്നതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ആർക്ക് പങ്കുണ്ട്? വിറ്റമിൻ ഡിക്ക് പങ്കുണ്ട്. രക്തസമ്മർദ്ദം അല്ലേ? അപ്പൊ നോക്കിയേ, കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിനെയും രക്തത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ അത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് തുല്യമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ജീവകം ഏതാ? അത് വൈറ്റമിൻ ഡി ആണ്. അതുവഴി ഹൃദയരോഗങ്ങൾ, പക്ഷാഘാതം എന്നിവയെ തടയാൻ ആർക്ക് സാധിക്കും? വൈറ്റമിൻ ഡിക്ക് സാധിക്കും. ക്ലിയർ ആണോ? ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ റിപ്പീറ്റ് അടിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു പോയിന്റും കൂടി. വൈറ്റമിൻ ഡിയെ കാൽസിട്രിയോൾ ആക്കും. അതെന്തിനാ സാർ അങ്ങനെ പഠിക്കുന്നത്? ഇതായിരുന്നു 2026 10th ബേസ്ഡ് എക്സാമിലെ ക്വസ്റ്റ്യൻ. നിലവാരം ഇല്ലടാ മക്കളെ, നിലവാരമില്ലേ? യെസ്. നോക്കിയേ, വൈറ്റമിൻ ഡിയെ കാൽസിട്രിയോൾ ആക്കുന്ന അവയവങ്ങൾ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വൃക്കയാണ്. ഏതാണ് മക്കളെ? വൃക്ക എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. അവിടെ എന്തിനാ പിന്നെ കരളും എഴുതിയേക്കുന്നത്? കരളിനും ചെറിയൊരു പങ്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തിനാ വൈറ്റമിൻ ഡിയെ ഇങ്ങനെ രൂപത്തിലേക്ക് മാറ്റുന്നേ? അതൊരു വല്ലാത്ത അഹങ്കാരമല്ലേ? കാൽസിട്രിയോൾ ആക്കുന്നു അല്ലേ മക്കളെ? വേറൊന്നുമല്ല, വിറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപമാണ്. വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപമാണ് ഏതാ? കാൽസിട്രിയോൾ. വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപമാണ് കാൽസിട്രിയോൾ. ക്ലിയർ ആണോ? വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപമാണ് ഏത്? കാൽസിട്രിയോൾ. ക്ലിയർ ആണോ? നോക്കിയേ, ഈ വിറ്റമിൻ ഡിയെ, നമ്മുടെ വൈറ്റമിൻ ഡിയെ ഫസ്റ്റ്, നമ്മുടെ വൈറ്റമിൻ ഡി എന്ത് ചെയ്യാൻ പോവാന്ന് നോക്കണേ. വൈറ്റമിൻ ഡിയെ നമ്മുടെ രക്തം വഴി വൈറ്റമിൻ ഡി എവിടെ എത്തുന്നറിയാമോ? കരളിലെത്തി. എവിടെ എത്തി? കരളിലെത്തി. അപ്പൊ നമ്മുടെ വൈറ്റമിൻ ഡി ആണേ, വൈറ്റമിൻ ഡി ഒരു യാത്ര പോവാണ്. ആദ്യം കരളിലേക്ക് എത്തി, അവിടുന്ന് പിന്നീട് വൃക്കയിലെത്തി. ഓക്കെ, വൈറ്റമിൻ ഡി ഒരു യാത്ര പോവുകയാണ്. വൈറ്റമിൻ ഡി രക്തം വഴി കരളിലെത്തി. ക്ലിയർ ആണോ? എന്നിട്ട് കരളിലെത്തിയപ്പോൾ അവനൊരു ഹോർമോണിന്റെ മുൻഗാമിയായി. കാൽസിഡിയോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണായി. ക്ലിയർ ആണോ? ശരിക്കുമുള്ള ഹോർമോൺ അല്ല, ഒരു ഹോർമോണിന്റെ മുൻഗാമി. അപ്പൊ പ്രോ ഹോർമോൺ എന്ന് വിളിക്കാം. എന്നിട്ട് അത് വൃക്കയിലെത്തിയപ്പോഴാണ് മക്കളെ ശരിക്കും ഒരു ഹോർമോണായി, കാൽസിട്രിയോൾ. വൈറ്റമിൻ ഡി കരളിലെത്തി കാൽസിഡിയോൾ എന്നൊരു ഹോർമോണായി. ശരിക്കും അതിന്റെ ആക്റ്റീവ് രൂപം എന്ന് പറയുന്നത് കാൽസിട്രിയോളാ. അത് വൃക്കയിലെത്തിയപ്പോൾ ആയി. കിട്ടിയോ? സെറ്റാണോ? നിലവാരം ഉണ്ടോ ഇല്ലയോ എന്ന് മക്കൾ നോക്ക്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയധികം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്? പല ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഇതാണ്. ഇത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിലവാരം ഉണ്ടായിരുന്നു. ഹൈ പ്രൊഫൈൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ലെങ്കിലും അതിനകത്ത് കുറച്ച് പഠിക്കാനുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന കാൽസിഫറോൾ എന്ന് പറയുന്ന ജീവകം അത് രക്തം വഴി കരളിലെത്തി കാൽസിഡിയോൾ എന്ന് പറയുന്ന ഒരു പ്രോ ഹോർമോണായി. എന്തായി മക്കളെ? പ്രോ ഹോർമോണായി. കിട്ടിയോ? പ്രോ ഹോർമോൺ. എന്നിട്ട് അത് വൃക്കയിലെത്തിയപ്പോൾ ശരിക്കും എന്തായി? ഹോർമോണായി. ഈ വൃക്കയുടെ ഒരു ഹോർമോൺ ആണല്ലോ ഏത്? കാൽസിട്രിയോൾ. ഏതാണ് മക്കളെ? കാൽസിട്രിയോൾ. ഏതാണ്? കാൽസിട്രിയോൾ. ഇനി ആ ഹോർമോണിന്റെ മുൻഗാമിയാണ് ഏതാ? കാൽസിഡിയോൾ. ഏതാണ്? കാൽസിഡിയോൾ. അതൊരു പ്രോ ഹോർമോൺ ആണ്. ആരുടെ? ആ കരളിന്റെ. കിട്ടിയോ? വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപം ഏതാ? പറ മക്കളെ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം ഉറപ്പായിട്ടും. വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപം ഏതാ? കാൽസിട്രിയോൾ. ഏതാണ്? കാൽസിട്രിയോൾ. ഈ ഹോർമോണിന്റെ മുൻഗാമി ഏതാ? അപ്പൊ പ്രോ ഹോർമോൺ അല്ലെങ്കിൽ ഹോർമോൺ മുൻഗാമി ഏതാണ്?
മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഹോർമോൺ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാ? വൈറ്റമിൻ ഡി ആണ്. അപ്പൊ ഹോർമോൺ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാ? വൈറ്റമിൻ ഡി ആണ്. സെറ്റ് ആണോ? അപ്പൊ ഹോർമോൺ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ ഡി. അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ ചോദിക്കാം? വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് രൂപം ഏത്? നമ്മൾ പറയും കാൽസിട്രിയോൾ ആണ് സാർ. ഇനി വൈറ്റമിൻ ഡിയെ കാൽസിട്രിയോൾ ആക്കുന്ന അവയവം ഏതാ? അത് വൃക്കയാണ്. അതിനു മുമ്പേ ആരാക്കുന്നുണ്ട്? കരളാക്കിയിട്ടാണ് വൃക്കയാക്കുന്നത് അല്ലേ? സ്റ്റെപ്പ് ഉണ്ട്. വൈറ്റമിൻ ഡി രക്തം വഴി കരളിലെത്തി കാൽസിഡിയോളായി, പിന്നീട് വൃക്കയിലെത്തി കാൽസിട്രിയോളായി. 1-2 തവണ റിവൈൻഡ് അടിച്ച് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാനേ കഴിയുള്ളൂ. പ്രോ ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? പ്രോ ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി. പ്രോ ഹോർമോൺ അല്ലെങ്കിൽ ഹോർമോൺ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ ഡി. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ചോദിക്കുകയാണ് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 3ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഉത്തരം പറഞ്ഞു പോകുന്ന രീതി വിട്ട് നമുക്ക് അതിനെ സ്മാർട്ട് വർക്കിലേക്ക് കൊണ്ടുപോകാം. ഹാർഡ് വർക്ക് എന്നതിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാം. കിട്ടിയോ? അപ്പൊ 2026 പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രിലിമിനറി പരീക്ഷയിലെല്ലാം ചോദിക്കും സങ്കര ഇനം, ഒരു തർക്കവും ഇല്ല. താഴെ കൊടുത്തിരിക്കുന്നത് നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ എ പവിത്ര. നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര, ഒരു തർക്കവും ഇല്ല, പവിത്ര ആണ്. അതുപോലെ എന്താ? ബി ഗിരിജ. ഗിരിജ അല്ല, അത് ഗോതമ്പിന്റെയാണ്. ഹ്രസ്വ നെല്ലാണ്, ജയ നെല്ലാണ്. അപ്പൊ ആൻസറിലേക്ക് നമ്മൾ എത്തി. ഏതാണ്? ഗിരിജ. ഏതാണ്? ഗിരിജ. ഗിരിജ, സൊണാലിക, കല്യാൺ സോണ എന്നൊക്കെ പറയുന്നത് ഗോതമ്പാണ് അല്ലെ? ഗിരിജ, സൊണാലിക, കല്യാൺ സോണ എന്താണ്? സങ്കര ഇനം ഗോതമ്പാണ് മക്കളെ, ഗോതമ്പ്. അപ്പൊ നോക്കിയേ, ഏതൊക്കെയാണ് ഗോതമ്പിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? സൊണാലിക, കല്യാൺ സോണ, അതുപോലെ ഹിംഗിരി. ഏതാണ്? ഹിംഗിരി. ഏതാണ്? അതുപോലെ അറ്റ്ലസ് 66. അറ്റ്ലസ് 66 അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ മക്കളെ. നാളെ ചോദിക്കുകയാണെങ്കിൽ ഈ AI സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി വരികയാണെങ്കിൽ അറ്റ്ലസ് 66 ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ബയോഫോർട്ടിഫൈഡ് ഇനമാണ്. ഏതാ മക്കളെ? ബയോഫോർട്ടിഫൈഡ് ഇനമാണ്. ഏതാ? അറ്റ്ലസ് 66. ഏതാണ്? അറ്റ്ലസ് 66. അതുപോലെ തന്നെ ഷർബതി സൊണാര. ഷർബതി സൊണാര. ഇവിടെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് മറ്റൊന്നുമല്ല, സൊണാലിക, കല്യാൺ സോണ. അപ്പൊ ഗിരിജ ഏതാണ് മക്കളെ? ഗിരിജ. ഏതാണ്? ഗിരിജ, സൊണാലിക, കല്യാൺ സോണ, ഹിംഗിരി, അറ്റ്ലസ് 66, ഷർബതി സൊണാര. ഏതാണ്? ഷർബതി സൊണാര. അപ്പൊ അറ്റ്ലസ് 66ന്റെ പ്രത്യേകത എന്താ? ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഗോതമ്പാണ്. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഗോതമ്പിന്റെ പേരെന്താ? അറ്റ്ലസ് 66. നെല്ലിന്റെ സങ്കരം നമുക്ക് നോക്കാം. നെല്ലിന്റെ ഏറ്റവും കൂടുതൽ PSC പരീക്ഷയ്ക്ക് നെല്ലാ ചോദിച്ചത് അല്ലേ? 58. ഏതാണ് മക്കളെ? 58, ജയ, പൊന്നി, മട്ട, ബസുമതി. നെല്ലിനങ്ങളുടെ റാണിയാണ് ഏതാ? ബസുമതി. നെല്ലിന്റെ റാണി ഏതാ മക്കളെ? ബസുമതി. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, സ്വർണപ്രഭ, മിഥില. ഏതാണ്? അപ്പൊ വളരെ എളുപ്പമാണ് പഠിക്കാൻ. കുറെ പെണ്ണുങ്ങളുടെ പേര് പഠിച്ചാൽ മതി അല്ലേ? 58, ജയ, പൊന്നി, മട്ട, സുരേഖ, ബസുമതി, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, സ്വർണപ്രഭ, മിഥില. പൊന്നാര്യൻ. ഏതാണ്? പൊന്നാര്യൻ. ഭാരതി, ജ്യോതി, സുവർണബോധൻ, രശ്മി, മനുവർണ, ഭദ്ര, ആരതി, ശ്രേയസ്, ഉമ. അപ്പൊ ഇത് എല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ 3-4 വട്ടം പറയുക എന്നുള്ളതാ മനസ്സിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ PSC പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് ജയ. ജയ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളയാ. അന്നപൂർണ വന്നിട്ടുള്ളയാ. നമുക്ക് നോക്കാം, ആ സ്മാർട്ട് വർക്ക് കൂടെ നടത്തി നോക്കാം. അപ്പൊ ഇവിടെ നോക്കി 58, ജയ, പൊന്നി, മട്ട, ബസുമതി, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, സ്വർണപ്രഭ, മിഥുല, പൊന്നാര്യൻ, ഭാരതി, സുവർണമോദൻ, ജ്യോതി, രശ്മി, മനുവർണ, ഭദ്ര, ആരതി, ശ്രേയസ്, ഉമ. ഉമയുടെ പ്രത്യേകത എന്താ? 1998 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഇനമാണ്. അപ്പൊ 1998 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനമാണ്. ഏത് വർഷം? 998. 998. ഈ വർഷം ചേർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് 2025 നമ്മൾ കണ്ടതാണ് ഇല്ലേ? പുതുമയായിരുന്നു അല്ലേ? വർഷം ചേർത്ത് വരുന്നത്. അപ്പൊ 998 വികസിപ്പിച്ചെടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ഏതാണ്? ഉമയാണ് സാർ, ഉമ. ഇനി നോക്കി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതാണ് KAU എന്ന് ഞാൻ എഴുതിയേക്കുന്നത്.
മിത്ര മനുവർണ്ണ 2019 വികസിപ്പിച്ചെടുത്ത കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനമാണ് ഏതൊക്കെയാ? 2019 വികസിപ്പിച്ചെടുത്തതാണ് മിത്ര മനുവർണ്ണ. അതുപോലെ ആദ്യയുടെ വേറൊരു പേരാണ് MO24 ആദ്യ, അതുപോലെ പുണ്യ എന്നിവ 2024 വികസിപ്പിച്ചെടുത്തതാണ്. MO24 എന്ന് പറയുന്ന ആദ്യം, MO25 എന്ന് പറയുന്നത് പുണ്യമാണ്. അങ്ങനെ ചോദിക്കില്ല, എങ്കിലും ഒന്ന് തള്ളിക്കളയണ്ട. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ PSC ക്വസ്റ്റ്യൻ വരുമ്പോൾ നിലവാരത്തിൽ തന്നെ ചോദിക്കാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മക്കളെ. അപ്പോൾ ജസ്റ്റ് അത് മാത്രമല്ല, പുസ്തകത്താളുകളിൽ നിലവാരം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ അധ്യാപക സഹായി കുറച്ചുകൂടി കണ്ടന്റുകളൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാഞ്ചന, ഐശ്വര്യ, മകൻതിരി എന്നിവ ഇത്രയും സാധനങ്ങൾ മക്കളെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് വായിക്കാൻ നോട്ട് ഞാൻ താഴെ പിൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇന്ന് നോക്കിയേ, ജയരത്ന ഏതാണ് മക്കളെ? ജയരത്ന ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത പ്രശസ്ത ഇനങ്ങളാണ് അതുകൊണ്ട് തന്നെ ജയാണ് ഏറ്റവും കൂടുതൽ PSC പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഏതാണ് എപ്പോഴും വരുന്ന ജയരത്ന ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത പ്രശസ്ത ഇനങ്ങളാണ് മക്കളെ. കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സാർ. ഓക്കെ, അന്നപൂർണ, ജ്യോതി, ശബരി, ഭാരതി, അശ്വതി, രോഹിണി, പവിത്ര, ഉമ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ ബോക്സിൽ ഉള്ളത് വെച്ച് തന്നെയാണ് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത്. അപ്പൊ കേരളത്തിൽ വ്യാപകമായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏതാ? ഉമയാണ്. അന്നപൂർണ, ജ്യോതി, ശബരി, ഭാരതി, അശ്വതി, രോഹിണി, പവിത്ര. ക്ലിയർ ആണോ? യെസ്. നോക്കിയേ, സ്ഥിരം PSC പരീക്ഷയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റൈച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഒരു സംശയമില്ല, ഇതിനൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യം തന്നെയില്ല. റിപ്പീറ്റഡായി PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓപ്ഷൻ സി നിശബ്ദ വസന്തം. ക്ലിയർ അല്ലേ? അപ്പൊ നിശബ്ദ വസന്തം ഏതാണ് മക്കളെ? നിശബ്ദ വസന്തം. DDT പോലുള്ള കീടനാശിനികളുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ സൈലന്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയത് ആരാ? റൈച്ചൽ കഴ്സൺ ആണ്. നോക്കിയേ, സ്ക്രീനിൽ കാണുന്നില്ലേ? ഫോട്ടോ കാണുന്നുണ്ടോ മക്കളെ? നോക്ക്, ആരാണ്? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് അമേരിക്കൻ എഴുത്തുകാരി, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തക, അപ്പൊ പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ആരാണ്? റൈച്ചൽ കഴ്സൺ ആണ്. ഇവരെ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്ന ആരാ? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് റൈച്ചൽ കഴ്സണെയാണ്. ക്ലിയർ ആണോ? റൈച്ചൽ കഴ്സൺ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൈച്ചൽ കഴ്സൺ ആണ്. മക്കളെ, അമേരിക്കയിൽ DDT വ്യാപകമായി ഉപയോഗിച്ചു. ഡൈക്ലോറോ, ഡൈഫീനൈൽ, ട്രൈക്ലോറോ ഈഥയിൽ. ഏതാണ്? ഡൈക്ലോറോ, ഡൈഫീനൈൽ, ട്രൈക്ലോറോ ഈഥയിൽ. DDT ആണ് മക്കളെ. ഏതാണ്? DDT പെട്രോളുമായി മിക്സ് ചെയ്ത് കൃഷിയിടങ്ങളിൽ വ്യാപകമായി പ്രയോഗിച്ചു. DDT പെട്രോളുമായി മിക്സ് ചെയ്ത് കൃഷിയിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു. അവിടെ ചെറിയ കിളികളും പ്രാണികളും ഒക്കെ നശിക്കുന്നതായിട്ട് ആര് ശ്രദ്ധിച്ചോ? റൈച്ചൽ കഴ്സൺ. തന്റെ പുസ്തകമായ സൈലന്റ് സ്പ്രിങ്ങിൽ 1962 പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. ആര്? നമ്മുടെ റൈച്ചൽ കഴ്സൺ. കൃതി പുറത്തിറങ്ങി 1972 അമേരിക്കയിൽ DDT നിരോധിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അപ്പൊ അമേരിക്കയിൽ DDT നിരോധനത്തിന് കാരണമായി കൃതി ചെയ്ത സൈലന്റ് സ്പ്രിങ് ആരുടെ കൃതിയാണ്? റൈച്ചൽ കഴ്സൺ. ഇവരെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് വിളിക്കും. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്ന ആരെയാ? റൈച്ചൽ കഴ്സണെയാണ്. ക്ലിയർ ആണോ? അതുപോലൊരു പുസ്തകമാണ് മക്കളെ ഇന്ത്യൻ മാനുവൽ ഓഫ് ഇക്കോളജി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകം എഴുതിയത് ആരാ എന്ന് ചോദിക്കും. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ റാംഡിയോ മിശ്ര അല്ലെങ്കിൽ പ്രൊഫസർ R മിശ്ര. ജൂലൈ 18 നടക്കുന്ന എക്സാമില് ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ്
മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ ആർ മിശ്രയാണ്. പ്രൊഫസർ റാംഡിയോ മിശ്ര, ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ്. ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാ? പ്രൊഫസർ ആർ മിശ്രയാണ്. നോക്കിയേ, ഓപ്ഷനിൽ മറ്റു കുറച്ച് പേരുകൾ കിടക്കുന്നില്ലേ? നോക്കിയേ, അതിനകത്ത് ഒരാളുടെ പേര് നിങ്ങൾ പഠിക്കണം, വേറെ ആരുടെ അല്ല. റോഡ്രിക് നാഷ് എന്ന് പറയുന്ന വ്യക്തി, റോഡ്രിക് നാഷ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ പേര് നിങ്ങൾ പഠിക്കണം. അമേരിക്കയിൽ പരിസ്ഥിതി ചരിത്രം അല്ലെങ്കിൽ എൻവിയോൺമെന്റൽ ഹിസ്റ്ററി എന്ന പഠനശാഖയ്ക്ക് അടിത്തറയിട്ട പ്രധാനിയാണ് ആര്? റോഡ്രിക് നാഷ് എന്ന് പറയുന്ന വ്യക്തി. അമേരിക്കയിൽ പരിസ്ഥിതി ചരിത്രം എൻവിയോൺമെന്റൽ ഹിസ്റ്ററി എന്ന പഠനശാഖയ്ക്ക് അടിത്തറയിട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ റോഡ്രിക് നാഷ് ആണ്. ആരാ മക്കളെ? റോഡ്രിക് നാഷ്. എന്താ പ്രത്യേകത? അപ്പൊ എന്താ പറഞ്ഞേ? അമേരിക്കയില് പരിസ്ഥിതി ചരിത്രം, ഫാദർ ഓഫ് എൻവിയോൺമെന്റൽ ഹിസ്റ്ററി. അപ്പൊ എൻവിയോൺമെന്റൽ ഹിസ്റ്ററി എന്ന പഠനശാഖയ്ക്ക് അടിത്തറയിട്ടത് ആരാണ്? റോഡ്രിക് നാഷ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം. പ്രകൃതിയുടെ അവകാശങ്ങൾ, വേറെ കളർ ഉപയോഗിച്ച് വരയ്ക്കാം. പ്രകൃതിയുടെ അവകാശങ്ങൾ, ദ റൈറ്റ് ഓഫ് നേച്ചർ, 1989 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നില്ലേ മക്കളെ? പ്രകൃതിയുടെ അവകാശങ്ങൾ. അതുപോലെ നോക്കിയ മക്കളെ, വൈൽഡർനെസ് ആൻഡ് ദ അമേരിക്കൻ മൈൻഡ് എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെയാ? ഇദ്ദേഹം തന്നെയാ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം 1967 പുറത്തിറങ്ങി. ഈ രണ്ട് പുസ്തകത്തിന്റെ പേര് നിങ്ങളൊന്ന് പഠിക്കണേ. ഏതൊക്കെയാ? ദ റൈറ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ അവകാശങ്ങൾ 1989 പുറത്തിറങ്ങിയ പ്രകൃതിയുടെ അവകാശങ്ങൾ എന്ന പുസ്തകവും, അതുപോലെ എന്താണ് വൈൽഡർനെസ് ആൻഡ് ദി അമേരിക്കൻ മൈൻഡ് എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെയാ? റോഡ്രിക് നാഷ് ആണ്. 1967. നമ്മുടെ ഓപ്ഷനിൽ ഇത് പറയുന്നുണ്ട്. കണ്ട മക്കളെ, ഈ രണ്ടെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള പരീക്ഷകൾ വരികയാണ് എങ്കിൽ എഴുതുക. ക്ലിയർ ആണോ? അയക്കുന്ന നോട്ടിൽ ഈ സൈഡിൽ കാണിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുള്ള, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അയക്കുന്ന നോട്ട് കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ നോക്കിയേ, ഇന്ത്യയിലെ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? നല്ല ക്വസ്റ്റ്യൻ. ഇന്ത്യയില് തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഇവിടെ MS സ്വാമിനാഥൻ, ഡൈട്രിച്ച് ബ്രാൻഡിസ്. എന്തായാലും MS സ്വാമിനാഥൻ അല്ല. അതായത് ആരാ MS സ്വാമിനാഥൻ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലേ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലേ? ഡൈട്രിച്ച് ബ്രാൻഡിസ് ഇല്ലേ? ഇന്ത്യൻ ഫോറസ്റ്റിന്റെ പിതാവാണ് അല്ലേ? ഇന്ത്യൻ വനശാസ്ത്ര പിതാവാണ് ഫോറസ്റ്റ് ഇല്ലേ? അതുപോലെ ഡോക്ടർ ഖാദർവാലി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ ഖാദർവാലിയാണ്. ഒരു മഹാമനുഷ്യനാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് ഓരോ നോക്കാം. ഇന്ത്യയുടെ തിന മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? ഡോക്ടർ ഖാദർവാലി. മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യയുടെ തിന മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർവാലിയാണ്. അതുപോലെ നോക്കിയേ, കൈലാഷ് ശങ്കല എന്ന് പറയുന്ന വ്യക്തി ആരാണ്? നമുക്ക് നോക്കാം. വേറെ കളർ ഉപയോഗിക്കാം. കൈലാഷ് ശങ്കല ഇന്ത്യയുടെ ടൈഗർ മാൻ എന്ന് വിളിക്കാം അല്ലെ? അതായത് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. സിംഹത്തെ മാറ്റി ടൈഗറാക്കി. 972 സംഭവം. 972. അപ്പൊ സിംഹം മാറി ആരായി? ടൈഗറായി അല്ലെ? ഗുജറാത്തിലെ ഗിർ വനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി സിംഹം അല്ലെ? എണ്ണത്തിൽ കുറഞ്ഞു. അപ്പൊ സിംഹം, ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം എന്നത് മാറ്റി ടൈഗറാക്കി. ടൈഗറിന് ഗതി വരാതിരിക്കാൻ ഭാരത സർക്കാർ ടൈഗർ പ്രോജക്റ്റ് ആവിഷ്കരിക്കുന്നു. 973. ഈ ടൈഗർ പ്രോജക്റ്റ് ആവിഷ്കരിക്കാൻ സഹായിച്ച സംഘടന ഏതാണെന്നറിയാലോ? WWF. ഏതാണ്? WWF. ക്ലിയർ ആണോ? ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു മക്കളെ? നമ്മുടെ കൈലാഷ് ശങ്കല. പ്രോജക്ട് ടൈഗറിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ആര്? നമ്മുടെ കൈലാഷ് ശങ്കല.
കിട്ടിയോ? കൈലാഷ് ശൃംഖല കിട്ടിയോ? ഇന്ത്യയുടെ തിന മനുഷ്യൻ ആരാ? വളരെ എളുപ്പമല്ലേ? ഡോക്ടർ ഖാദർ വാലി. ഡോക്ടർ ഖാദർ വാലി. കൈലാഷ് ശൃംഖല എന്താണ്? ദ ഇന്ത്യൻ ടൈഗർ മാൻ എന്ന് വിളിക്കാം. ഇന്ത്യൻ ടൈഗർ മാൻ. പ്രോജക്ട് ടൈഗറിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു ആര്? നമ്മുടെ കൈലാഷ് ശൃംഖല. നോക്കിയേ, ഇനി ഡൈട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശാസ്ത്രീയമായ വനവൽക്കരണത്തിന്റെ പിതാവ്, അതായത് ഫാദർ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ്, ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ്, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ വനശാസ്ത്ര പിതാവ് ആരാണ് മക്കളെ? പറയടാ. ഡൈട്രിച്ച് ബ്രാൻഡിസ്. ഏതാണ്? ഡൈട്രിച്ച് ബ്രാൻഡിസ്. കിട്ടിയോ? ഇനി MS സ്വാമിനാഥൻ ആരാടാ? MS സ്വാമിനാഥൻ, നമ്മുടെ MS സ്വാമിനാഥൻ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണ് മക്കളെ? MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കിയേ, കൊക്കൈൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കൊക്കൈൻ ആസക്തിക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അപ്പൊ കൊക്കൈൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാ? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാ മക്കളെ? അമേരിക്ക, കാനഡ, ഇന്ത്യ, ബ്രസീൽ. ഉത്തരം ഏതാ മക്കളെ? ഒന്നുമില്ലടാ, ബ്രസീലാണ് ഉത്തരം. ഏതാണ് ഉത്തരം? ബ്രസീലാണ് ഉത്തരം. ഏതാണ്? ബ്രസീൽ. ബ്രസീലില് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തോ. ആ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ കൊക്കൈന് അങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് അതിന് ലഭിക്കുന്ന ആ സുഖം അവർക്ക് ലഭ്യമാകാതെ വരുന്നു. അതാണ് ഇതിന്റെ പിന്നിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രസീലാണ്. കൊക്കൈൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് ഏതാ? ബ്രസീൽ. ആ വാക്സിന്റെ പേരാണ് കാലിക്സോ കോക്ക. ഏതാണ് മക്കളെ? കാലിക്സോ കോക്ക. ഏതാണ്? കാലിക്സോ കോക്ക എന്ന വാക്സിൻ. ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രക്തത്തിൽ ഈ വാക്സിൻ നിൽക്കുന്നിടത്തോളം കാലം തലച്ചോറിലേക്ക് ഇതിന്റെ കൊക്കൈന്റെ എഫക്റ്റ് എത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ എത്ര ഈ ലഹരി ഉപയോഗിച്ചാലും തലച്ചോറിലേക്ക് ഇത് പിടിക്കില്ല. ക്ലിയർ ആണ്? അവർക്ക് ആ ഉദ്ദേശ സുഖം കിട്ടില്ല. ഇതാണ് ആ രാജ്യം, ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ഈ വാക്സിൻ പുറത്തിറക്കിയത്. അത് കറണ്ട് റിലവന്റ് ഫാക്ടിന്റെ ഭാഗമായി ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ഏത് രാജ്യമാണ് മക്കളെ? ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. ഓക്കെ, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി, ഈ പരീക്ഷ തന്നെ 3 ക്വസ്റ്റ്യൻ കൊതുകിൽ നിന്നായിരുന്നു. 3 ക്വസ്റ്റ്യൻ. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്ന ഏതാണ്? അപ്പൊ എങ്ങനെയാ? വായുവിലൂടെ, വെള്ളത്തിലൂടെ, കൊതുക്, ഈച്ച. ഇതിനകത്ത് ഒരു പറച്ചിലുമില്ല. ഡെങ്കിപ്പനി ഏത് വഴിയാ വരുന്നത് എല്ലാവർക്കും അറിയാം. ഏതാ? കൊതുക് വഴിയാണ് അല്ലെ? കൊതുക്. അപ്പൊ കൊതുക്, ലോക കൊതുക് ദിനം എന്ന ലോക കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20 അല്ലെ? ലോക കൊതുക് നിവാരണ ദിനം എന്ന ഓഗസ്റ്റ് 20. കൊതുക് എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് കൊതുക് വരുന്നത്? കൊതുകിനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പൊ കൊതുകിനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. കൊതുകിനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. ക്ലിയർ ആണോ? അപ്പൊ കൊതുകിനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി കൊതുകുകളുടെ തരം അല്ലെങ്കിൽ വെക്ടറുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കൊതുകുകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഈഡീസ് ഈജിപ്റ്റി, അനോഫിലസ് ക്യൂലെക്സ്. ഈഡീസ് ഈജിപ്റ്റി, അനോഫിലസ് ക്യൂലെക്സ്. അപ്പൊ കൊതുകുകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഈഡീസ് ഈജിപ്റ്റി. ഏതൊക്കെയാ മക്കളൊന്ന് പറഞ്ഞടാ? ഈഡീസ് ഈജിപ്റ്റി, ഈഡീസ്, അനോഫിലസ് കൊതുക്, ക്യൂലെക്സ് കൊതുക്. ഇനി കൊതുകിന്റെ ജീവിതചക്രം, ലൈഫ് സ്റ്റൈല് പരീക്ഷയ്ക്ക് ചോദിച്ച LGS എക്സാമിലെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ആദ്യം കൊതുക് വെള്ളത്തിൽ ഒന്ന് മുട്ടയിടും. ആ മുട്ടകൾ വിരിയുമ്പോൾ ലാർവ അല്ലെങ്കിൽ കീടമാവും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഏതാ? മുട്ട. ഏതാണ്? മുട്ടയാണ്. ഫസ്റ്റ് സ്റ്റേജ് ഏതാ മക്കളെ? ഒന്ന് പറഞ്ഞേടാ. മുട്ട. ഏതാണ്? മുട്ട. അടുത്ത ഏതാണ്? ലാർവ. ഏതാണ്? ലാർവ. അടുത്ത സ്റ്റേജ് ഏതാ? അപ്പൊ കൊതുക് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ലാർവയായി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്യൂപ്പ. മാറല്ലേ മക്കളെ? പ്യൂപ്പ. അടുത്ത സ്റ്റേജ് ഏതാ? കൊതുകായിട്ട് മാറുന്നു. കൊതുക്. കിട്ടിയോ? ആ സ്റ്റേജ് ഫ്ലോ ചാർട്ട് പോലെ PSC ചോദിച്ചതാ, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഫസ്റ്റ് ഏതാണ്? മുട്ട. അത് കഴിഞ്ഞിട്ട് ഏതാ?
അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ലാർവയായിട്ട് മാറും, അടുത്ത പ്യൂപ്പയാവും, അടുത്ത കൊതുകാവും. ലോക കൊതുക് ദിനം എന്ന ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. കൊതുകിനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന ഘടകം ഏതാ? ലാക്റ്റിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും. കൊതുകുകൾ പ്രധാനമായും 3 തരം: ഈഡീസ്, അനോഫിലസ്, ക്യൂലെക്സ്. അല്ലെ, ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ, പ്രത്യേകിച്ച് ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുക് എന്ന് പറയുമ്പം ഈഡീസ് ഈജിപ്റ്റി. ഏതാണ്? ഈഡീസ് ഈജിപ്റ്റി. അതുപോലെ ഈഡീസ് ആൽബോപിക്ടസ്. ഈഡീസ് ആൽബോപിക്ടസ് ഓർത്തിരുന്ന, ജസ്റ്റ് പേരൊന്ന് ഓർത്തിരിക്കുക. ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുകിന്റെ പേര് പറയുമ്പോൾ ഈഡീസ് ഈജിപ്റ്റിയം, ഈഡീസ് ആൽബോപിക്ടസും ഓർത്തിരിക്കുക. ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന രോഗം ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി, സിക്ക രോഗം. അപ്പൊ ഏതൊക്കെയാ? ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനി, സിക്ക രോഗം. ഇനി അനോഫിലസ് കൊതുകിനെ നമുക്ക് പരിചയപ്പെടാം. അനോഫിലസ് കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക് ശുദ്ധജലത്തിൽ മാത്രം മുട്ടയിടുന്ന കൊതുക്. മലമ്പനി എന്ന രോഗത്തിന് കാരണമാകുന്ന കൊതുക് ഏതാ? അനോഫിലസ്. മലമ്പനിക്ക് കാരണം ഏത് കൊതുകാണ്? അനോഫിലസ് ആണ്. ഇനി നോക്കിയേ, മലമ്പനിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് മക്കളെ ക്ലോറോക്വിൻ. ഏതാണ്? അതുപോലെ ക്യുനൈൻ. ഏതാണ്? ക്യുനൈൻ. ക്യുനൈനും ഏതിന്റെ മരുന്നാണ്? മലമ്പനിക്കെതിരായിട്ടുള്ള മരുന്നാണ്. സെറ്റാണോ? അപ്പം കൊതുക്, ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുക് വരുന്ന 4 രോഗം: ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി, സിക്ക രോഗം. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി, സിക്ക രോഗം. അനോഫിലസ് കൊതുക്, മലേറിയ. ഇനി ക്യൂലെക്സ് ഇനത്തിൽപ്പെട്ട കൊതുക് പരത്തുന്ന രോഗം നമുക്ക് നോക്കാം. ക്യൂലെക്സ് ഇനത്തിൽപ്പെട്ട കൊതുക് പരത്തുന്ന രോഗം ഏതാ? മന്ത് രോഗം. മന്ത് വന്ന ആനയുടെ കാല് പോലെ ഇരിക്കുകയല്ലേ, അല്ലേ? ഒരു കാലില്ലേ? അതുകൊണ്ട് എലിഫന്റിയാസിസ് എന്ന് വിളിക്കും. മന്ത് രോഗം എലിഫന്റിയാസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ് എന്ന് വിളിക്കും. ഫൈലേരിയാസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ മന്ത് രോഗം. ജാപ്പനീസ് എൻസഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം. വെസ്റ്റ് നൈൽ എൻസഫലൈറ്റിസ്. അപ്പൊ ക്യൂലെക്സ് കൊതുക് വരുന്ന രോഗം ഏതൊക്കെയാ മക്കളെ? ഏതൊക്കെയാ? ഫൈലേരിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്ന് വിളിക്കാം. സംഭവം മലയാളത്തിൽ മന്ത് രോഗം. ജപ്പാൻ ജ്വരം അതിനെ മസ്തിഷ്ക ജ്വരം എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ എന്നാലും അമീബിക് എൻസഫലൈറ്റിസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കേട്ടോ. ജപ്പാൻ ജ്വരം. അങ്ങനെ ധാരണ വേണ്ട, ഞാനത് പഠിപ്പിക്കുന്നുണ്ട്, ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജപ്പാൻ ജ്വരം, അതുപോലെ വെസ്റ്റ് നൈൽ എൻസഫലൈറ്റിസ്, ഇതെല്ലാം കൊതുകാണ്. അപ്പൊ കൊതുകിന്റെ 3 ഇനങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഈഡീസ് ഇനം പഠിച്ചു, അനോഫിലസ് പഠിച്ചു, ക്യൂലെക്സ് പഠിച്ചു. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, സിക്ക വൈറസ് വരുന്ന കൊതുക് ഏതാണ്? വീണ്ടും വന്നു. നമ്മൾ പഠിച്ചില്ലേ സിക്ക രോഗം വരുന്ന കൊതുക് ഏതാണ്? ഏതാ? ഈഡീസ് ഈജിപ്റ്റി എന്ന കൊതുകാണ്. ഒരു തർക്കവും ഇല്ല, അല്ലെ? ഈഡീസ് ഈജിപ്റ്റി. ഓപ്ഷൻ എ ഈഡീസ് കൊതുകുകളാണ്. ഈഡീസ് കൊതുക്. അപ്പൊ ക്യൂലെക്സ് കൊതുക് വരുന്ന രോഗം ഏതൊക്കെയായിരുന്നു മക്കളെ? വെസ്റ്റ് നൈൽ എൻസഫലൈറ്റിസ്, മന്ത്, ജപ്പാൻ ജ്വരം, അല്ലെ? അനോഫിലസ് കൊതുക് വരുന്ന രോഗം ഏതായിരുന്നു? മക്കളെ? അത് മലമ്പനി അല്ലെങ്കിൽ മലേറിയ. അപ്പൊ ഇവിടെ ആൻസർ കിട്ടിയില്ലേടാ മക്കളെ? കിട്ടിയോ? ഏതാ? ഈഡീസ് ഇനത്തിൽപ്പെട്ട കൊതുക്. സെറ്റല്ലേ? അപ്പൊ സിക്ക രോഗം എന്താണെന്ന് നോക്കാം. സിക്ക രോഗം അല്ലെങ്കിൽ സിക്ക രോഗം വളരെ എളുപ്പം പഠിക്കാം. സിക്ക രോഗം ഒരു വൈറസ് രോഗമാണ്, ഫ്ലാവി വൈറസ്. സിക്കയ്ക്ക് കാരണമായ വൈറസിന്റെ പേര് സിക്ക വൈറസ് അല്ലെങ്കിൽ ഫ്ലാവി വൈറസ്. ലോകത്തിൽ ആദ്യമായി ഈ രോഗമുണ്ടായത് എവിടെ? ഉഗാണ്ടയിലെ സിക്ക വനാന്തരങ്ങളിലാണ്. ലോകത്തിൽ ആദ്യമായി ഈ രോഗമുണ്ടായത് ഉഗാണ്ടയിലെ സിക്ക വനാന്തരങ്ങളിലെ കുരങ്ങുകളിൽ റിപ്പോർട്ട് ചെയ്തു. കിട്ടിയോ മക്കളെ? അപ്പൊ ലോകത്തിൽ ആദ്യമായി ഉഗാണ്ടയിലെ സിക്ക വനാന്തരങ്ങളിൽ കുരങ്ങുകളിൽ റിപ്പോർട്ട് ചെയ്ത രോഗം മനുഷ്യരിലേക്ക് വന്നോ? അപ്പൊ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം വന്നാൽ ആ രോഗത്തെ എന്ത് വിളിക്കുവടാ? സുനോട്ടിക് രോഗം. ഏത് രോഗം? സുനോട്ടിക് രോഗം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങളെ എന്ത് വിളിക്കാം? സുനോട്ടിക് രോഗം എന്ന് വിളിക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങളെ എന്ത് വിളിക്കാം? സുനോട്ടിക് രോഗം എന്ന് വിളിക്കാം. ഇനി മനുഷ്യരിൽ ആദ്യമായി സിക്ക രോഗം റിപ്പോർട്ട് ചെയ്തത് നൈജീരിയയിലെ 954 50കളിൽ ഉഗാണ്ടയിലെ സിക്ക വനാന്തരങ്ങളിൽ കുരങ്ങിലുണ്ടായ രോഗം 54 മനുഷ്യരിലാദ്യമായി നൈജീരിയ. ഇതിനെ പരന്ന കൊതുക് നമ്മൾ പഠിച്ചു, ഈഡീസ് ഈജിപ്റ്റി എന്ന കൊതുക്. ഇന്ത്യയിൽ ഇത് ആദ്യമായി ഉണ്ടായത് ഗുജറാത്തിലാണ് 2016. അതേ വർഷം തന്നെ തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യം ഗുജറാത്ത്,
അതേ വർഷം തന്നെ തമിഴ്നാട്ടിൽ രണ്ടാമത് തമിഴ്നാട്ടിലും റിപ്പോർട്ട് ചെയ്തോ. നമുക്ക് വേണ്ടത് കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ 2021 ജൂലൈ 8 തിരുവനന്തപുരം പാറശാലയിൽ സിക്ക രോഗം റിപ്പോർട്ട് ചെയ്തു. സിക്ക രോഗം. ഇനി സിക്ക വൈറസ് ആർക്ക് വരാൻ പാടില്ല? ഗർഭിണികളെ ബാധിക്കാൻ പാടില്ല. ഗർഭിണികളെ ബാധിച്ചാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം കുറയും. നിങ്ങൾ നോക്കിയേ, ആ രണ്ടാമത്തെ കുഞ്ഞ് നോർമലാ, കണ്ട നോർമൽ ഹെഡ്. ഈ രോഗം ബാധിച്ച ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞാണിത്, കണ്ടോ? ആ കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം കണ്ടോ? ചെറുതായില്ലേ. അപ്പൊ സിക്ക രോഗം മൂലം ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന വൈകല്യമാണ്, കുഞ്ഞു തലയുള്ള കുഞ്ഞു ജനിക്കുന്ന വൈകല്യമാണ്. ഏതാ മക്കളെ? മൈക്രോസെഫാലി. PYQ ആണ്, മൈക്രോസെഫാലി. ഇനി സിക്ക രോഗം മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന അവസ്ഥ ചോദിച്ചാൽ മക്കളെ എന്താണ്? ഗില്ലിയൻ ബെറി സിൻഡ്രോം. അപ്പം നമ്മൾ അവിടെ ലൈറ്റായിട്ട് ചോദിക്കത്തോളം ഞാൻ ആ പ്രിലിംസ് ചേർത്തു മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ്. അപ്പൊ അതുകൂടെ അങ്ങ് ചേർത്ത് പഠിക്കുക. അപ്പൊ സിക്ക രോഗം മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗം LDCയിലേക്ക് പോകുമ്പോൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. സിക്ക രോഗം ഏത് കൊതുകാണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ LGSന്. ക്ലിയർ ആണോ? ഏത് കൊതുക? ഈഡിസ് ഈജിപ്റ്റി. നോക്കിയേ, വീണ്ടും കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? നമ്മൾ ഇതോടകം പറഞ്ഞ മക്കളെ, ഏതാ? ഈഡീസ് കൊതുകാണോ? അല്ല. ഈഡീസ് കൊതുക് പരത്തുന്ന രോഗം ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, സിക്ക രോഗം. അപ്പൊ അതല്ല, അനോഫിലസ് കൊതുക്. ഓപ്ഷൻ ബി ഏതാണ്? അനോഫിലസ് കൊതുക്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇല്ലേ? ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? അപ്പൊ ക്യൂലെക്സ് കൊതുക് വരുന്ന രോഗം ഏതാ? വെസ്റ്റ് നൈൽ എൻസഫലൈറ്റിസ്, മന്ത്, ജപ്പാൻ ജ്വരം. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, മലമ്പനി എന്ന് പറയുമ്പോൾ മലമ്പനിയുടെ രോഗാണുവിന്റെ പേരാണ്. അവിടുന്ന് മലമ്പനിയെ കുറിച്ച് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ജൂലൈ 18 നമുക്ക് പ്രതീക്ഷിക്കാം. മലമ്പനി. നോക്കിയേ, എന്താണ് മലമ്പനിയുടെ രോഗാണുവിന്റെ പേരാണ് പ്ലാസ്മോഡിയം ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവ. മലമ്പനിയുടെ രോഗാണുവാണ് പ്ലാസ്മോഡിയം ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവ. പരത്തുന്ന കൊതുക് ഫീമെയിൽ അനോഫിലസ് കൊതുകാണ്. അതായത് അനോഫിലസ് പെൺ കൊതുകുകളാണ് ഏത് രോഗത്തെ പരത്തുന്നത്? മലമ്പനിയെ. അപ്പോൾ മലമ്പനിയുടെ രോഗാണുവിന്റെ പേരെന്താ? പ്ലാസ്മോഡിയം ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവ. ഏതിനത്തിൽപ്പെട്ട? പ്ലാസ്മോഡിയം ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവയാണ്. സെറ്റാണോ മക്കളെ? പ്ലാസ്മോഡിയം ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവ. മാറിപ്പോത്തില്ലല്ലോ. ഏത് കൊതുകാണ്? അനോഫിലസ് കൊതുകാണ്. ഏത് കൊതുകാണ്? അനോഫിലസ് കൊതുകാണ്. മനുഷ്യരിൽ മലേറിയ ഉണ്ടാക്കുന്നത് 5 തരം പ്ലാസ്മോഡിയം ഇനങ്ങളുണ്ട്. മലമ്പനിക്ക് 5 വ്യത്യസ്ത തരങ്ങളുണ്ട് മക്കളെ. മലമ്പനി 5 തരം. എത്ര തരം ഉണ്ട് മക്കളെ? 5 തരം. നോക്കിയാലോ. മലമ്പനി പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഒവാലെ, പ്ലാസ്മോഡിയം നോവൽസി എന്നിങ്ങനെ 5 തരം പ്ലാസ്മോഡിയം പരാതങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ 5 ടൈപ്പ് പഠിക്കണം. ഏതൊക്കെയാ? പ്ലാസ്മോഡിയം മലേറിയ, അത് പഠിച്ചു. പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വിവാക്സ് അല്ലെങ്കിൽ വൈവാക്സ് അല്ലെങ്കിൽ വിവാക്സ്, പ്ലാസ്മോഡിയം നോവൽസി കിട്ടിയ. മലേറിയ പഠിച്ചു, വൈവാക്സ് അല്ലെങ്കിൽ വിവാക്സ് പഠിച്ചു, ഫാൽസിപ്പാരം പഠിച്ചു, ഒവലെ പഠിച്ചു, നോവൽസി പഠിച്ചു. ദ മോസ്റ്റ് ഡേഞ്ചറസ്, ഏറ്റവും അപകടം പിടിച്ചത് ഞാൻ ചോപ്പിൽ മാർക്ക് ചെയ്യാം. ഏതാണ് മക്കളെ? ഏതാ ഏറ്റവും അപകടം പിടിച്ചത്? ഏതാ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഏറ്റവും മാരകമായത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. മലമ്പനി പൊതുവെ ബാധിക്കുന്നത് കരളിനെയും പ്ലീഹയുമാണ്. ആരെയൊക്കെയാ മക്കളെ? കരൾ പ്ലസ് പ്ലീഹ. കരളിനെയും പ്ലീഹയും ബാധിക്കും. എന്നാൽ ഫാൽസിപ്പാരം മലമ്പനി RBCയെ കൂടി ബാധിക്കും. RBCയെ നശിപ്പിക്കും, ഇരുണ്ട നിറത്തിലാക്കും. അപ്പൊ മലമ്പനി പൊതുവെ ബാധിക്കുന്ന എവിടാണ് മക്കളെ? മലമ്പനി പൊതുവെ ബാധിക്കുന്ന എവിടാ? കരളിലും പ്ലീഹയിലുമാണ്. എവിടെയാണ്? കരളിലും പ്ലീഹയിലുമാണ്. എന്നാൽ ഫാൽസിപ്പാരം മലമ്പനി എവിടെയും കൂടി ബാധിക്കും? RBCയെ കൂടി ബാധിക്കും. RBCയെ നശിപ്പിക്കും, ഇരുണ്ട നിറത്തിലാക്കും, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം അല്ലെങ്കിൽ ചതുപ്പ് രോഗം. ചതുപ്പ്
രോഗം എന്നിങ്ങനെ വിളിക്കുന്ന രോഗം ഏതാ? ചതുപ്പ് രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാ? മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം. കിട്ടിയോ? അപ്പൊ ഏറ്റവും മാരകമായത് ഫാൽസിപ്പാരം, മലമ്പനി. ഇത് രണ്ടെണ്ണം നമുക്ക് ഓർത്തിരിക്കാം. പി ഫാൽസിപ്പാരം, പി എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഓക്കെ, പി വിവാക്സ് ഇവ രണ്ടുമാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. പക്ഷെ ഏറ്റവും മാരകമായത് PYQ ആണ്. ഏതാ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. കിട്ടിയോ മക്കളെ? നോക്കിയേ, 2007 മുതല് ലോക മലേറിയ ദിനമായി ഏപ്രിൽ 25 ആചരിക്കുന്നു. ലോക മലേറിയ ദിനം എന്ന ഏപ്രിൽ 25. ലോക മലേറിയ ദിനം എന്ന ഏപ്രിൽ 25 എന്ന് മുതല്? 2007 മുതല്. ഇനി മലമ്പനിയുടെ വാക്സിൻസ്, മലമ്പനിക്ക് 2 വാക്സിൻസ് ആണ് ലോകത്തുള്ളത്. PYQ ആണ് മക്കളെ. മലമ്പനിയുടെ 2 വാക്സിൻസ് 2025 കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലമ്പനിയുടെ 2 വാക്സിൻ. മലമ്പനിയുടെ ആദ്യത്തെ വാക്സിന്റെ പേര് ഞാൻ പറയാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. ഏതാണ്? മൊസ്ക്യൂറിക്സ്. ഏതാണ്? മൊസ്ക്യൂറിക്സ്. മലമ്പനിയുടെ ആദ്യത്തെ വാക്സിൻ ഏതാ മക്കളെ? മൊസ്ക്യൂറിക്സ് അല്ലെങ്കിൽ RTS/A01. നിങ്ങൾ മൊസ്ക്യൂറിക്സ് എന്ന് പറഞ്ഞാൽ മതി. 2021 പുറത്തിറങ്ങിയ മലമ്പനിയുടെ ആദ്യത്തെ വാക്സിൻ, ഫസ്റ്റ് ജനറേഷൻ ഓഫ് വാക്സിൻ ഫോർ മലമ്പനി. മലമ്പനിയുടെ ആദ്യത്തെ വാക്സിൻ ഏതാണ്? മൊസ്ക്യൂറിക്സ്. ഏതാണ് മക്കളെ? മൊസ്ക്യൂറിക്സ്. 2021 പുറത്തിറങ്ങി. കിട്ടിയോ? നോക്കിയേ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്ത മലേറിയൻ വാക്സിൻ ആണ് RTS/A01 അഥവാ മൊസ്ക്യൂറിക്സ്. നിങ്ങൾ പഠിക്കേണ്ട പേര് മൊസ്ക്യൂറിക്സ് എന്നാണ്. മൊസ്ക്യൂറിക്സ് തന്നെയാണ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത്. മൊസ്ക്യൂറിക്സ്. 2023 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ലോകാരോഗ്യ സംഘടന രണ്ടാമത്തെ സുരക്ഷിതവും ബലവത്തുമായിട്ടുള്ള ഒരു വാക്സിൻ പുറത്തിറക്കി. ആ വാക്സിന്റെ പേരാണ് മാട്രിക്സ് M അഥവാ R21. ഏതാണ്? മാട്രിക്സ് M അഥവാ R21. മറക്കല്ലേ മക്കളെ, R21. ഏതാണ്? R21 അല്ലെങ്കിൽ മാട്രിക്സ് M. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2023 പുറത്തിറങ്ങിയത് മാട്രിക്സ് M അഥവാ R21. 2021 പുറത്തിറങ്ങിയത് ഏതാണ്? മൊസ്ക്യൂറിക്സ്. ഏതാണ്? മൊസ്ക്യൂറിക്സ്. കിട്ടിയോ? അപ്പൊ സെക്കൻഡ് ജനറേഷൻ വാക്സിൻ ഏതാ? മാട്രിക്സ് M ആണ് മക്കളെ. ഇത് വികസിപ്പിച്ചെടുത്ത കാര്യം നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം. ഇത് വികസിപ്പിച്ചാൽ ഇന്ത്യയിൽ ചെറിയൊരു പങ്കുണ്ട് കേട്ടോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടിയാണ് വികസിപ്പിച്ചെടുത്തത്. ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും വികസിപ്പിച്ചെടുത്ത വാക്സിൻ ആണ് ഏതാ? മാട്രിക്സ് M. ഇതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കും, ചതുപ്പ് രോഗം എന്ന് വിളിക്കും. ഏത് രോഗത്തെ? മലമ്പനിയെ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? RBC നശിപ്പിച്ച് ഇരുണ്ട നിറത്തിലാക്കി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ഏത് മലമ്പനി? മാരകമായ മലമ്പനി, ഫാൽസിപ്പാരം മലമ്പനി. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്ന് റിവൈൻഡ് അടിച്ച് കാണുക, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നിരന്തരം നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികൾ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. ഓഫ്ലൈനിലുള്ള കുട്ടികൾ അവർക്കിപ്പം ഏറ്റവും കൂടുതൽ ഇത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് വേണം എന്നുള്ള ആവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇതുപോലെ എല്ലാ ദിവസവും 2-3 ദിവസം കൂടുമ്പോൾ എന്തായാലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ നോക്കിയേ, ഉയർന്ന രക്തസമ്മർദ്ദം. അത് അമിത മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ബ്ലഡ് പ്രഷർ കൂടും. വിഷാദരോഗം ഉറപ്പായിട്ടും ഉണ്ടാവും. വിഷാദരോഗം. അപ്പോൾ ഓപ്ഷൻ A അല്ല, ഓപ്ഷൻ B അല്ല. പ്രമേഹം ഉറപ്പായിട്ടും നമുക്ക് ഈ മാനസിക സമ്മർദ്ദം കൂടുതലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും. അത് ഉറപ്പായിട്ടും പ്രമേഹത്തിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. മാനസിക സമ്മർദ്ദമുള്ള ഒരു പ്രമേഹ സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ ചിക്കൻ പോക്സ് കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ ആൻസർ ചിക്കൻ പോക്സ് ആണ്. ഇത് ഒരു വൈറസ് രോഗമാണ്, ചിക്കൻ പോക്സ്. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ D, ചിക്കൻ പോക്സ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ചിക്കൻ പോക്സ് ആണ്. ഒരു വൈറസ് ആണ് ചിക്കൻ പോക്സ് വൈറസ്, അല്ലെങ്കിൽ ചിക്ക്വി വൈറസ്, അല്ലെങ്കിൽ ആൽഫ വൈറസ്. ഓർത്തിരിക്കാലോ. അപ്പൊ ആൽഫ വൈറസ് അല്ലെങ്കിൽ ചിക്ക്വി വൈറസ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഓക്കെ, അടുത്ത് നോക്കിയേ, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി
ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? സെറ്റ്. നോക്കിയേ, കൊഴുപ്പ് ജീവിതശൈലി രോഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ജീവിതശൈലി രോഗം പലരുടെയും മനസ്സിൽ അറിയാം, രണ്ട് ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടയാണ് സാംക്രമിക രോഗവും ജീവിതശൈലി രോഗവും. അത് തരം തിരിച്ചു തന്നെ കുട്ടികളെ നിങ്ങൾ പഠിക്കണം. അതിനകത്ത് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഷുവർ ഷോട്ടാണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. കൊഴുപ്പ് അടിയുന്നത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതൊക്കെയാ? പക്ഷാഘാതം. ഉറപ്പായിട്ടും പക്ഷാഘാതം ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണ്. ഓക്കെ. അടുത്തത് ഫാറ്റി ലിവർ. ഉറപ്പായിട്ടും ഫാറ്റി ലിവർ ഉണ്ട്. ഹൃദ്രോഗം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ആണ്. ഇതിന്റെ വിശദീകരണം കൂടുതൽ ഞാൻ തരുന്നില്ല. കാര്യം ജീവിതശൈലി രോഗം ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി രോഗം, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? പഴങ്ങളും പച്ചക്കറിയും കഴിക്കുന്നത്, പതിവായ വ്യായാമം, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, മതിയായ ഉറക്കം. ഇവിടുത്തെ എന്ത് നിസ്സാരമായ ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ സി ആണ്, അമിതമായ ഉപ്പിന്റെ ഉപയോഗം. അപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, നമ്മുടെ നാട്ടുമ്പുറത്തുള്ള പ്രായമായവർ പറയും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇല്ലേ? ഉപ്പ് തിന്നാൽ സോഡിയം ക്ലോറൈഡ് കിട്ടും ഇല്ലേ? സോഡിയം ക്ലോറൈഡ് കിട്ടും. അപ്പൊ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് വർദ്ധിച്ചാൽ, രക്തത്തിൽ സോഡിയം കൂടിയാൽ രക്തത്തിൽ ജലാംശവും കൂടും. രക്തത്തിൽ സോഡിയം കൂടിയാൽ രക്തത്തിൽ ജലാംശവും കൂടും. അത് സമ്മർദ്ദം വർദ്ധിപ്പിക്കും അല്ലേ? പഴയ തലമുറക്കാർ പറഞ്ഞ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നാൽ സോഡിയം ക്ലോറൈഡ് കിട്ടി. സോഡിയം രക്തത്തിൽ കൂടിയാൽ രക്തത്തിൽ ജലാംശവും കൂടി, രക്തത്തിലെ ജലത്തിന്റെ അളവും കൂടും. രക്തത്തിലെ ജലത്തിന്റെ അളവ് കൂടിയാൽ പതിവില്ല രക്തളവ് കൂടിയ രക്തക്കുഴലിനകത്ത് മർദ്ദം കൂടും, രക്തസമ്മർദ്ദം വർദ്ധിക്കും. അപ്പൊ അമിതമായ ഉപ്പിന്റെ ഉപയോഗം തെറ്റല്ലേ? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഏറ്റവും കൂടുതൽ PSC പരീക്ഷ ചോദിച്ച 2026 4 പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, 4 എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? ആർദ്രം മിഷൻ. ഏതാണ്? ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രോജക്റ്റ് ഏതാണ്? ആർദ്രം മിഷൻ. ഏതാണ്? ആർദ്രം മിഷൻ ആണ്. ഏതാണ്? ആർദ്രം മിഷൻ. നോക്കിയേ, എന്താണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നതിന് മുമ്പ് നവകേരള മിഷൻ നമുക്ക് നോക്കാം. അപ്പം കേരളപ്പിറവിയുടെ 60ാമത്തെ വാർഷികം എത്രാമത്തെയാണ്? കേരളപ്പിറവിയുടെ 60ാമത്തെ വാർഷികം 2016 കേരളപ്പിറവിയുടെ 60ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയ മഹത്തരമായ പ്രോജക്റ്റാണ് നവകേരള മിഷൻ. ഏതാണ്? നവകേരള മിഷൻ. അത് കേരളപ്പിറവിയുടെ 60ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 2016 നവംബർ 10 അന്നത്തെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്തു. ഓർത്തിരിക്കണേ, കേരളപ്പിറവിയുടെ 60ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവൻ 2016 നവംബർ 10 ഉദ്ഘാടനം ചെയ്തു. ഈ പ്രോജക്റ്റിന് കീഴിൽ നിലവിൽ എത്ര പദ്ധതികളുണ്ട് എന്ന് ചോദിക്കാം. നിങ്ങൾ പറയണം. 5 പദ്ധതികളുണ്ട് സാർ. ഉണ്ട്. നിലവിൽ ഞാൻ സംസാരിക്കുമ്പം അറിയാലോ, പുതിയ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലൊരു പ്രോജക്റ്റിൽ അവർ കൈവച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു മഹത്തായ പ്രോജക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈഫ്. അപ്പൊ നിലവിൽ എത്ര പ്രോജക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ 5 പ്രോജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ആർദ്രം. ഏതാണ് പറയുന്നത്? ആ സെൻസിൽ എടുക്കുക കേട്ടോ, പൊളിറ്റിക്സ് എടുക്കണ്ട. ആർദ്രം. ഏതാണ്? ആർദ്രം. ലൈഫ് മിഷൻ, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അഥവാ വിദ്യാകിരണം. പുതിയ പേരാണ് വിദ്യാകിരണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ പേരാണ് വിദ്യാകിരണം. മഹത്തായ പ്രോജക്റ്റ് ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും മഹത്തായ പ്രോജക്റ്റ് ആണ് ഈ കാണുന്ന നവകേരള മിഷൻ്റെത്. റീബിൽഡ് കേരള. ഏതാണ്? റീബിൽഡ് കേരള. അപ്പൊ എന്താണ്? ആർദ്രം സർക്കാർ ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു, ജനസൗഹൃദ ഹോസ്പിറ്റലാക്കുന്നു. അപ്പൊ സർക്കാർ ആസ്പത്രികളെ ജനസൗഹൃദമാക്കി സേവനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കാനും രണ്ടാം തലമുറ രോഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാനും വേണ്ടി ആവിഷ്കരിച്ച മഹത്തായ പ്രോജക്റ്റാണ് ആർദ്രം. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഹോസ്പിറ്റലിന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ അതുവഴി വർദ്ധിപ്പിച്ചെടുത്തു. ക്ലിയർ അല്ലേ? ആർദ്രം പ്രോജക്റ്റ് എത്ര പരീക്ഷയ്ക്കാണ്? 19ഓളം കേരള PSC എക്സാമുകളിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ റിപ്പീറ്റഡ് ആണ്. ഓർത്തിരിക്കണേ. അപ്പൊ അടുത്തത് ഹരിത കേരളം.
മറ്റൊരു മഹത്തായ പ്രോജക്റ്റ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. ഹരിത കേരളത്തിന്റെ ആപ്തവാക്യം എന്താ? പച്ചയിലൂടെ വൃത്തിയിലേക്ക്, പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ്. ഹരിത കേരളം എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ് മക്കളെ, KJ യേശുദാസ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഹരിത കേരളത്തിന്റെ ലക്ഷ്യങ്ങൾ 4 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണം, ജലാശയ സംരക്ഷണം, ജൈവ കൃഷി വ്യാപിപ്പിക്കൽ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൽ. അപ്പൊ ഹരിത കേരളത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണം, ജലാശയ സംരക്ഷണം, ജൈവ കൃഷി വ്യാപിപ്പിക്കൽ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൽ. കിട്ടിയോ? യെസ് സാർ, കിട്ടി. അപ്പൊ നോക്കി എന്തൊക്കെയാ പറഞ്ഞേ? പരിസ്ഥിതി സംരക്ഷണം, ജലാശയ സംരക്ഷണം, ജൈവ കൃഷി വ്യാപിപ്പിക്കൽ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൽ. കിട്ടിയോ? ഹരിത കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ്. KJ യേശുദാസ് ആണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. കിട്ടിയോ? ബ്രാൻഡ് അംബാസിഡർ കിട്ടി. ഇനി എല്ലാവർക്കും പാർപ്പിടം എന്നൊരു പദ്ധതി അല്ലെ, കേന്ദ്ര ആവിഷ്കൃത പ്രോജക്റ്റുകളെയും കൂടി സമന്വയിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വീതങ്ങളും പ്രയോജനപ്പെടുത്തി വളരെ മഹത്തായ ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ നിർമ്മിച്ചൊരു പ്രോജക്റ്റാണ് ലൈഫ് മിഷൻ. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ലൈഫ് മിഷൻ. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് എന്റെ ഫുൾ ഫോം. ഓർത്തിരിക്കണേ ഒരു മാർഗം, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ്. കിട്ടിയോ? ഇവിടെ ആരുടെയും പേരുകളോ നേതാക്കന്മാരുടെ പേരുകളോ ഒന്നും തന്നെ വരില്ല. ഇവിടെ ലൈഫ് മിഷൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ്. ഇനി അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു ഇല്ലേ? അതിന്റെ പേര് തന്നെ മാറ്റി, വിദ്യാകിരണം പദ്ധതി. അദ്ദേഹത്തിന്റെ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് വീണ്ടും പുള്ളി അധികാരത്തിൽ കയറുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു നാടില്ലേ, പ്രളയവും കാര്യങ്ങളൊക്കെ. ആ സമയം പുള്ളി ഒരു പ്രോജക്റ്റും കൂടി കൊണ്ടുവന്നു. ഒരു കറുത്ത ബസ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഓടിയില്ലേ, അപ്പൊ ഒരു പ്രോജക്റ്റ് വന്നു. ഏതാണ്? റീബിൽഡ് കേരള. ഏതാണ് മക്കളെ? റീബിൽഡ് കേരള. റീബിൽഡ് കേരള. ആദ്യം പ്രളയാനന്തര കേരളം എന്നായിരുന്നു, പിന്നെ റീബിൽഡ് കേരള എന്ന പ്രോജക്റ്റും കൂടി വന്നു. അപ്പൊ നോക്കിയേ, അവർ PSCക്ക് ആർദ്രം ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് ആർദ്രം ഉൾപ്പെടുന്ന ആ മുഴുവൻ സ്കീം ഞാൻ പറഞ്ഞു തരുന്നു. നവ കേരള മിഷൻ ഉൾപ്പെടാത്ത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ ഇപ്പൊ എഴുതും. ഏതൊക്കെയാ ഉൾപ്പെടുന്നത്? ആർദ്രം, ഹരിത കേരളം, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ അഥവാ വിദ്യാകിരണം, റീബിൽഡ് കേരള. സെറ്റല്ലേ മക്കളെ? സെറ്റാണ് സാർ. ഓക്കെ. ഇനി നോക്കിയേ, അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതാ? മൃതസഞ്ജീവനി. ഏതാണ് മക്കളെ? മൃതസഞ്ജീവനി. അപ്പൊ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് മക്കളെ? മൃതസഞ്ജീവനിയാണ് ആൻസർ അല്ലെ? മൃതസഞ്ജീവനിയുടെ പേര് മാറ്റിയല്ലോ, പുതിയ പേരല്ലേ? നമുക്ക് നോക്കാം എന്താണ് മൃതസഞ്ജീവനി. അപ്പൊ സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ്. കേരള സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ മാറ്റ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ആരാണ് ബ്രാൻഡ് അംബാസിഡർ? മോഹൻലാൽ ആണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഒരു ചലച്ചിത്ര താരമായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ആണ് അല്ലെ? മോഹൻലാൽ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. ഇതിന്റെ പുതിയ പേരാണ് KSOTO. ഏതാണ്? KSOTO, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ പേര്. മൃതസഞ്ജീവനി. കിട്ടിയോ? യെസ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഇവിടെ നോക്കുമ്പോൾ ഭിന്നശേഷി കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റേ ഉള്ളു. അത് അനുയാത്ര മാത്രമാണ്. ഏതാണ് മക്കളെ? അനുയാത്ര. ഏതാണ്? അനുയാത്ര. ഓപ്ഷൻ സ്നേഹക്കൂടുണ്ട്, താലോലമുണ്ട്, സ്പെക്ട്രം ഉണ്ട് അല്ലെ? കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. മാരക രോഗം നേരിടുന്ന കുട്ടികളുടെ ചികിത്സയാണ് താലോലം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റാണ് സ്പെക്ട്രം. നമുക്ക് ഓരോ നോക്കാം. അനുയാത്ര. ഏതാണ്? അനുയാത്ര. എന്താണ് അനുയാത്ര? കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള
കേരള സർക്കാർ പദ്ധതി. നിങ്ങൾ ഓർക്കുക, കേരളത്തിൽ ഒരു സാമൂഹ്യ നീതി വകുപ്പുണ്ട്. 1975 സാമൂഹ്യ നീതി വകുപ്പ് രൂപീകരിക്കപ്പെട്ടത്. 1975 സാമൂഹ്യ നീതി വകുപ്പ് രൂപീകരിക്കപ്പെട്ടത്. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2008 ഈ സാമൂഹ്യ നീതി വകുപ്പ് ആർക്ക് വേണ്ടി, സാമൂഹ്യ സുരക്ഷാ മിഷൻ ആർക്ക് വേണ്ടി പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു? ഭിന്നശേഷിക്കാർ. ആർക്കാണ് മക്കളെ? ഭിന്നശേഷിക്കാർക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ വികലാംഗർക്ക്, ഭിന്നശേഷിക്കാരും വികലാംഗരും ഒന്നാണ്, വയോജനങ്ങൾക്ക്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാര്, കുട്ടികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന ആരാ? സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ 2008 തുടങ്ങിയത്. സാമൂഹ്യ നീതി വകുപ്പ് രൂപീകരിച്ചെന്ന 1975. അപ്പൊ കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? പറ മക്കളെ, ഏതാ? അനുയാത്ര. ഏതാണ്? അനുയാത്ര. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുതൽ സമഗ്ര പുനരധിവാസം വരെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ ഒരു സമഗ്ര പദ്ധതിയാണ് കുട്ടികളെ ഏത്? അനുയാത്ര. ഏതാണ്? അനുയാത്ര. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞിടാം മക്കളെ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുതൽ സമഗ്ര പുനരധിവാസം വരെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ ഒരു സമഗ്ര പദ്ധതിയാണ് ഏതാ? അനുയാത്ര. അനുയാത്ര. കിട്ടിയോ? ഇനി അടുത്തത് താലോലം എന്താണ്? 18 വയസ്സ് താഴെയുള്ള മാരക രോഗങ്ങളായ വൃക്കാരോഗം, ഹൃദ്രോഗം, ഹീമോഫീലി തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതാ? താലോലം പദ്ധതി. ഏത് പദ്ധതിയാണ്? താലോലം. ഏതാണ്? താലോലം. സെറ്റാണോടാ മക്കളെ? താലോലം പദ്ധതി. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് സ്പീഡുണ്ട്. താലോലം. വൃക്കാരോഗം നോക്കിയേ, ഒരു LGSന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങൾ ആലോചിക്കുക, ജസ്റ്റ് നിങ്ങൾ പഠിക്കുക. നിരന്തരം കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങളിലേക്ക് എത്തിയിരിക്കും. വൃക്കാരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 18 വയസ്സ് താഴെയുള്ള. ഇത് നോക്കിയേ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ച, ഓർത്തിരിക്കണേ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഏതാണ്? ഓപ്ഷനിൽ കിടന്നയാണല്ലോ, സ്നേഹക്കൂട്. ഏതാണ്? സ്നേഹക്കൂട്. സെറ്റല്ലേ? അപ്പൊ സ്നേഹക്കൂട് എന്താ? മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുഖം പ്രാപിച്ചു വന്നാലും നമ്മുടെ നാട്ടുകാർക്ക് ഒരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ പേരാണ് ഏതാ? സ്നേഹക്കൂട്. ഇനി ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ആണ് ഏതാ? സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ആണ് ഏതാ? സ്പെക്ട്രം. ഏതാണ്? സ്പെക്ട്രം. കിട്ടിയോ മക്കളെ? കിട്ടിയോടാ? നോക്കിയേ, 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? കറണ്ട് റിലവന്റ് ഫാക്റ്റ് ആണ് അല്ലേ? നോക്കിയേ, 21 ലക്ഷമാണ് ഇവിടുത്തെ ആൻസർ. 21 ലക്ഷം. എത്രയാണ്? 21 ലക്ഷമാണ് ഇവിടുത്തെ ആൻസറായി വരുന്നത്. ക്ലിയർ ആണോ? 21 ലക്ഷം. ഇന്ത്യയിലെ പൾസ് പോളിയോ ക്യാമ്പയിൻ ഏതൊക്കെയാടാ? OPV ആൻഡ് IPV. IPVയും OPVയും. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ആരാ? ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ. IPV കണ്ടുപിടിച്ചത് ജോഹനസ് ഇ സാൽക്ക്. ജോഹനസ് ഇ സാൽക്ക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും IPV കണ്ടുപിടിച്ചത് ജോഹനസ് ഇ സാൽക്കും. ഇന്ത്യയിലെ പൾസ് പോളിയോ ക്യാമ്പയിൻ ഏതൊക്കെയാ? OPV ആൻഡ് IPV. OPVയും IPVയും. കിട്ടിയോ? ഇന്ത്യ ഒരു പൾസ്
പോളിയോ വിമുക്ത രാജ്യമായി 2014 പ്രഖ്യാപിച്ചു. ഇന്ത്യ ഒരു പോളിയോ വിമുക്ത രാജ്യമാണ് കേട്ടോ, ഓർത്തിരിക്കണം, ഇന്ത്യ ഒരു പോളിയോ വിമുക്ത രാജ്യമാണ്. കിട്ടിയോ? അപ്പൊ ഇന്ത്യയിലെ പൾസ് പോളിയോ ക്യാമ്പയിൻ ഏതൊക്കെയാ? OPV, IPV. അപ്പൊ എത്ര കുട്ടികൾ 2005 ഒക്ടോബർ കേരളം പോളിയോ നിർമ്മാണത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ 21 ലക്ഷം കുട്ടികൾ. കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നോക്കിയേ. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചെടുത്തു. അപ്പം വീണ്ടും നമുക്ക് കുറെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കണ്ടെത്താം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് റിവൈൻഡ് അടിച്ച് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും കൂടുതൽ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ കാറ്റഗറി തിരിച്ച്, അതായത് ജാം PSCക്ക്, അതായത് 10th ലെവല്, +2 റേഞ്ച്, ഡിഗ്രി തലത്തിൽ അതിന് മുകളിലോട്ടുള്ള എക്സാമിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.